Hello everyone, Sahakari Race Plus Junior Accountant Company Law ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് കമ്പനീസ് ആക്ട് 2013, അതേപോലെ തന്നെ എന്താണ് കമ്പനിയുടെ ഫീച്ചേഴ്സ്, ഇതിനെയാണ് നമ്മളൊരു കമ്പനി എന്നുള്ള ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കണം കമ്പനീസിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് കമ്പനീസ്, അതായത് കമ്പനീസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ് ആസ് പെർ കമ്പനീസ് ആക്ട് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവറോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് കമ്പനീസിനെ നമുക്ക് 5 ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് incorporation, okay, on the basis of incorporation, on the basis of liability, on the basis of control, on the basis of place of registration and other companies. Okay, അപ്പോൾ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 5 ബേസിസിലാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് ഇൻകോർപ്പറേഷൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ ബേസിസിൽ, രണ്ടാമത്തേതാണ് ലൈബിലിറ്റിയുടെ ബേസിസിൽ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ, ആര് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിൽ, ഓക്കെ, കൺട്രോളിൻ്റെ ബേസിസിൽ, ദെൻ പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ അതർ കൈൻഡ്സ് ഓഫ് കമ്പനീസ്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഈ ഒരു 5 കാറ്റഗറിയിലാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് വരുന്നത്. 1 by 1 നമുക്ക് നോക്കാം. എന്താണ് ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, അല്ലെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കമ്പനീസ് ആണുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, so the first one, royal or chartered company. On the basis of incorporation അല്ലെങ്കിൽ on the basis of registration നമുക്ക് പറയാം, നമുക്ക് മെയിൻ ആയിട്ട് 3 തരത്തിലാണ് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് 3 ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ 3 കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് റോയൽ ഓർ ചാർട്ടേഡ് കമ്പനീസ്. അപ്പോൾ ഈ റോയൽ ഓർ ചാർട്ടേഡ് കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇത്തരം കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ റോയൽ ഓർ ചാർട്ടേഡ് കമ്പനീസ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്വീനിൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തെ കിങ്ങിൻ്റെ ഒക്കെ ഒരു ചാർട്ടറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അവരുടെ ഒരു റോയൽറ്റിയുടെ മുകളിലോ ഫോം ചെയ്യുന്ന കമ്പനീസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണല്ലേ. അപ്പം നമ്മുടെ ഇവിടെ കിങ്ങോ ക്വീനോ ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ രാജഭരണത്തിൻ്റെ കീഴല്ല വരുന്നത്. പക്ഷേ ഇന്നും പല കൺട്രീസിലും ഈ ഒരു കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജഭരണത്തിൻ്റെ സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു റോയൽ അല്ലെങ്കിൽ ചാർട്ടേഡ് കമ്പനീസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഭരണാധികാരി, അവിടുത്തെ ക്വീൻ അല്ലെങ്കിൽ കിങ്ങിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ ചാർട്ട് ചെയ്യുന്ന പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനീസിനെയാണ് റോയൽ ഓർ ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്തില്ല, ഇത്തരത്തിലുള്ള റോയൽ ഓർ ചാർട്ടേഡ് കമ്പനീസ് ഇല്ല. ഓക്കെ, മെയിനായിട്ട് ഞാൻ പറഞ്ഞു എന്താണ്, കിങ്ഡം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കിങ് ക്വീൻ എന്നുള്ള ആ ഒരു പൊസിഷനിലൊക്കെ വരുന്നവരാണ് ഇത്തരം കമ്പനീസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. യൂഷ്വലി ഇംഗ്ലണ്ടിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു റോയൽ അല്ലെങ്കിൽ ചാർട്ടേഡ് കമ്പനീസിനെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. കാരണം നമുക്കറിയാം അവിടെ ഈ ഒരു കിങ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് ഇത്തരം കമ്പനീസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദിസ് കമ്പനീസ് ആർ ഇൻകോർപ്പറേറ്റഡ് അണ്ടർ സ്പെഷ്യലൈസ്ഡ് ചാർട്ടർ. ഇത്തരത്തിലുള്ള കമ്പനീസ്, ഈ റോയൽ ഓർ ചാർട്ടേഡ് കമ്പനീസ് ഒരു സ്പെസിഫൈഡ് ചാർട്ടറിൻ്റെ അണ്ടറിലായിരിക്കും ഇത് ഫോം ചെയ്യുന്നുണ്ടാവുക. ഇതിനുള്ളൊരു എക്സാമ്പിളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇംഗ്ലണ്ട് ബേസ്ഡ് കമ്പനിയാണെന്ന് നമുക്കറിയാം, ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, ബിഫോർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഇതേപോലെ പ്രത്യേക ചാർട്ടർ പ്രകാരം ക്വീനിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ യുണൈറ്റഡ് കിങ്ഡത്തിലെ ക്വീനിൻ്റെ സ്പെഷ്യൽ ചാർട്ടർ പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഇത്തരം കമ്പനീസിന് കമ്പനീസ് ആക്റ്റോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല അവരെ ഗൈഡ് ചെയ്യുന്നത്. ആ ചാർട്ടറിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്
അത് പ്രകാരമായിരിക്കും ഇത്തരം കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് വരുന്ന ഫസ്റ്റ് കാറ്റഗറി ഏതാണ്? റോയൽ ഓർ ചാർട്ടേഡ് കമ്പനീസ്. ഇന്ത്യയിൽ ഇത്തരം കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇത്തരം കമ്പനീസ് ഫോം ചെയ്യുക യൂഷ്വലി ഒരു മൊണാർക്ക് സിസ്റ്റത്തിലാണ്, അല്ലെങ്കിൽ കിങ് ആൻഡ് ക്വീൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള റോയൽ അല്ലെങ്കിൽ ചാർട്ടേഡ് കമ്പനീസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ചാർട്ടറും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. ഓക്കെ, ദീസ് കമ്പനീസ് വെർ ക്രിയേറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദ കിങ് ഓർ ക്വീൻ. അപ്പോൾ ആരാണോ ആ രാജ്യ അധികാരിയായിട്ട് വരുന്നത് അവരായിരിക്കും ഈ ഒരു കമ്പനി ഫോം ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? റോയൽ ഓർ ചാർട്ടേഡ് കമ്പനി. ഇനി നമുക്ക് രണ്ടാമത് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ രണ്ടാമത്തെ കൈൻഡ്സ് ഓഫ് കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രത്യേകമായിട്ട് പാർലമെന്റിലെ ഒരു ആക്ട് പ്രകാരമായിരിക്കും ഈ കമ്പനീസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യപ്പെടുന്നത് എങ്ങനെയായിരിക്കും? പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു പ്രത്യേക ബില്ലിന്റെ ബേസിസിലോ പ്രത്യേക ആക്ടിൻ്റെ ബേസിസിലോ ആയിരിക്കും. ഒരു യൂഷ്വൽ കമ്പനികൾ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത് പോലെ ആയിരിക്കില്ല സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ആ ഒരു കമ്പനി ഫോം ചെയ്യേണ്ട ആവശ്യകത മനസ്സിലാക്കി ഗവൺമെൻറ് തന്നെ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് അതിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന സ്പെഷ്യൽ ബില്ലിൻ്റെ ബേസിസിൽ ഫോം ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുക. ഒരു പ്രത്യേക സ്റ്റാറ്റ്യൂ പാസ്സാക്കിയിട്ടായിരിക്കും ഈ കമ്പനീസ് ഫോം ചെയ്യുന്നത്. Are formed under special act of parliament or the state legislature are formed to undertake business of national importance. എന്താണ്? നാഷണൽ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ ആക്ട് അത് നമ്മുടെ പാർലമെൻറ്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ പാസ്സാക്കിയിട്ട് അതിൻ്റെ ബേസിസിൽ ഫോം ചെയ്യുന്ന കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. ലൈക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നതൊക്കെ. ഏതൊക്കെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ആക്ട് 1934 പ്രകാരമാണ് റിസർവ് ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസർവ് ബാങ്ക് എന്താണ്? ഒരു കമ്പനിയാണ്. പക്ഷെ അത് ഏത് തരത്തിലുള്ള കമ്പനിയാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. കാരണം എന്താണ്? അത് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള RBI ആക്ട് 1934 പ്രകാരമാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അതെന്താണ്? നാഷണൽ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണല്ലേ. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഫിനാൻഷ്യൽ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RBI ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അതിന് നാഷണൽ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടാണ് RBI നിലവിൽ വന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും LIC ആണെന്നുണ്ടെങ്കിലും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർലമെന്റിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ആക്ട് പാസ്സാകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് 1956 ഒന്നും ആയിരിക്കില്ല അവർ ഫോളോ ചെയ്യുന്നത്. ഏതാണ് അവരുടെ പെർട്ടിക്കുലർ ആക്ട് വരുന്നത്? അപ്പോൾ RBI അനുസരിച്ച് എന്താണ്? RBI ആക്ട് 1934 ആണ് RBI ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ RBIക്ക് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ഒരു RBI ആക്ട് 1934 പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് പ്രകാരമായിരിക്കും അത്തരത്തിലുള്ള കമ്പനീസ്, ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആരാണോ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെൻറ് ആയിരിക്കും. ആസ് വി ഓൾറെഡി സെഡ്, എന്താണ്? നാഷണൽ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലോ ആയിരിക്കും ഇത്തരം കമ്പനീസ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഗവൺമെൻറ് ആയിരിക്കും ഈ ഒരു കമ്പനി ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. ആൻഡ് ദേ ആർ നോട്ട് റിക്വയർഡ് ടു ഹാവ് എനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഓക്കെ, MOA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, AOA എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇത് രണ്ടുമാണ് ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്മോറാണ്ടം ഒക്കെ സബ്മിറ്റ് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന് എന്തുണ്ട്, ഒരു എക്സംഷൻ ഉണ്ട്. അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇത്തരത്തിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അവർ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു സ്പെഷ്യൽ ബില്ല് പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനീസാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ് ഇത്തരത്തിലുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെയോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയോ ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന് എന്തുണ്ടായിരിക്കില്ല, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർക്ക് ആവശ്യമില്ല, ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന് ആവശ്യമില്ല. ആൻഡ് ദേ നീഡ് നോട്ട് യൂസ് ദ വേർഡ് ലിമിറ്റഡ് വിത്ത് ദെയർ നെയിം. അതേപോലെ തന്നെ ഇത്തരം കമ്പനീസിന് അവരുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്നുള്ള ആ ഒരു ടേം, പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് എന്നുള്ള ആ ഒരു ടേം യൂസ് ചെയ്യേണ്ട. നമുക്കറിയാം അല്ലേ, ഇപ്പോൾ RBI ലിമിറ്റഡ് എന്ന് പറയില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയില്ല. കാരണം എന്താണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആയതുകൊണ്ടാണ്. അപ്പം ഇത്തരം കമ്പനീസിന് എന്ത് യൂസ് ചെയ്യേണ്ട, ലിമിറ്റഡ് എന്നുള്ള ആ ഒരു ടേം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദേ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. മറ്റ് കമ്പനീസിനെ പോലെ നമ്മൾ കമ്പനീസിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പനീസ് ഹാവ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെന്താണ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിനും അത് ബാധകമാണ്. ദേ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓഡിറ്റ് ഈസ് ഡൺ ബൈ ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ എല്ലാ കമ്പനീസിനും എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ ഓഡിറ്റ് ചെയ്യണം അല്ലേ. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഇയർലി എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. അതിനൊരു ഓഡിറ്റർ ഉണ്ടായിരിക്കും. യൂഷ്വലി എന്താണ്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയിരിക്കും ഈ ഒരു ഓഡിറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ കേസിൽ ആസ് വി ഓൾറെഡി സെഡ് എന്താണ്, ഇതൊരു ഗവൺമെൻറ് കൺട്രോൾഡ് ആൻഡ് ഓൺഡ് കമ്പനീസ് ആണ്. അതുകൊണ്ട് തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ ഓഡിറ്റും കാര്യങ്ങളും നടത്തുന്നത്. ഇപ്പോൾ സാധാ ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ പാർട്ടി അല്ലെങ്കിൽ ഏതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനും ഓഡിറ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അതാരായിരിക്കും, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും ഈ ഒരു ഓഡിറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയിലെ. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കമ്പനിയാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. പാർലമെൻറ്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റിലോ പാസ്സാക്കുന്ന സ്പെഷ്യൽ ആക്ടിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനീസ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ ഇമ്പോർട്ടൻസ്, നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടായിരിക്കും ഇത്തരം കമ്പനീസ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന, ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. അതേപോലെ എന്താണ്, ഇത്തരത്തിലുള്ള കമ്പനീസിന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെയോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയോ ആവശ്യമില്ല. ദേ ഹാവ് എ സ്പെഷ്യൽ ലീഗൽ എൻറ്റിറ്റി. അതേപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, ഒരു സ്പെഷ്യൽ ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ലിമിറ്റഡ് എന്നുള്ള വേർഡ് അവരുടെ പേരിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ആ ഒരു വാക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു വേർഡ് അവരുടെ കമ്പനി നെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന് അത്തരത്തിലുള്ള യാതൊരു റിക്വയർമെൻറ്റ്സും ഇല്ല. ദെൻ അവിടുത്തെ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ ഓഡിറ്റ് നടത്തുന്നത് ആരായിരിക്കും, കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ. ഇപ്പം ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ RBIയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും ഒക്കെ. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ആക്ട് ആയിരിക്കും ഇവരെ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്റ്റേർഡ് കമ്പനീസ്. ഓക്കെ, ഫസ്റ്റ് വൺ ചാർട്ടേർഡ് ആയിരുന്നു അല്ലെങ്കിൽ റോയൽ കമ്പനീസ് ആയിരുന്നു. സെക്കൻഡ് വൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. മൂന്നാമത് വരുന്നതാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഫൗണ്ട് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഓർ എനി അതർ ഏർലിയർ കമ്പനീസ് ആക്ട്.
അപ്പം എന്താണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫോർമർ കമ്പനീസ് ആക്ട് പ്രകാരമോ. അപ്പം നമുക്കറിയാം 2013 കമ്പനീസ് ആക്ട് ഏത് ആക്ടിനെ മാറ്റിക്കൊണ്ടാണ് മോഡിഫൈ ചെയ്തുകൊണ്ടാണ് വന്നത്? കമ്പനീസ് ആക്ട് 1956 അല്ലേ? കമ്പനീസ് ആക്ട് 1956 മോഡിഫൈ ചെയ്തുകൊണ്ടാണ് കമ്പനീസ് ആക്ട് 2013 വന്നത്. അപ്പം അതിന് മുന്നേ നമുക്ക് എന്താണ് 1886 ആക്ടും കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2013 ആക്ട് പ്രകാരമോ അതല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനീസ് ആണ് ഈ ഒരു രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. എന്താണ് 2000 ഫോം ചെയ്ത കമ്പനി ആണെങ്കിൽ അവർ 1956 ആക്ട് പ്രകാരമായിരിക്കും ഫോം ചെയ്തത്. അല്ലെങ്കിൽ 1970 ഫോം ചെയ്ത കമ്പനി ആണെങ്കിലും 1956 ആക്ട് ആയിരിക്കും. അതേസമയം 2015 ഫോം ചെയ്ത ഒരു കമ്പനി ആണെങ്കിലോ ആസ് പെർ 2013 ആക്ട് ആയിരിക്കും അവർ വർക്ക് ചെയ്യണത് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിനെയുമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനീസിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കമ്പനീസിനെ ഗൈഡ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും എന്തായിരിക്കും? കമ്പനീസ് ആക്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ആദ്യം പറഞ്ഞ ചാർട്ടേഡ് കമ്പനീസിനെ ഗൈഡ് ചെയ്യുന്നത് ആ ഒരു ക്വീൻ അല്ലെങ്കിൽ കിങ് ഡെവലപ്പ് ചെയ്യുന്ന ചാർട്ടർ ആണെന്ന് പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിനെ ആണെങ്കിലോ പാർലമെന്റിൽ പാസ്സാക്കുന്ന സ്പെഷ്യൽ ബില്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രജിസ്റ്റേർഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനീസിനെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം കമ്പനീസിനെ കൺട്രോൾ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കൈൻഡ് ഓഫ് കമ്പനീസിനും 3 തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത് പറയാം, അല്ലെങ്കിൽ 3 തരത്തിലുള്ള എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഓക്കെ, ഇനി രജിസ്റ്റേർഡ് കമ്പനീസിൽ തന്നെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, രജിസ്റ്റേർഡ് കമ്പനീസിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് 1 person കമ്പനി. ഓക്കെ, രജിസ്റ്റേർഡ് കമ്പനീസിലെ ഫസ്റ്റ് വൺ ഏതാണ്? 1 person കമ്പനി. ആൻഡ് ദ സെക്കൻഡ് വൺ പ്രൈവറ്റ് കമ്പനി. ആൻഡ് ദ തേർഡ് വൺ പബ്ലിക് കമ്പനി. ഏതൊക്കെയാണ്? രജിസ്റ്റേർഡ് കമ്പനീസ് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണ്. അതിൽ നമുക്ക് 3 കാറ്റഗറിയാണ് വരുന്നത്: 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. അപ്പോൾ 1 by 1 നമുക്ക് നോക്കാം എന്താണ് 1 person, എന്താണ് പ്രൈവറ്റ്, എന്താണ് പബ്ലിക് കമ്പനി എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ 1 person കമ്പനി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് OPC. ഓക്കെ, 1 person കമ്പനി ഈസ് ഓൾസോ നോൺ ആസ് OPC. ഓക്കെ, 2013 കമ്പനീസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ശേഷം എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള കൈൻഡ് ഓഫ് കമ്പനീസിൽ ഒന്നാണ് 1 person കമ്പനി. അപ്പം അതിനു മുന്നേ 1956 ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു കമ്പനി നിലവിലുണ്ടായിരുന്നില്ല. ആസ് പെർ ലോ എന്താണ് 1 person കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നിലവിലുണ്ടായിരുന്നില്ല. പക്ഷെ 2013 ആക്ട് കമ്പനീസ് ആക്ട് വന്നപ്പോഴാണ് പുതിയൊരു മോഡിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ പുതിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ 1 person കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ OPC എന്നുള്ള ടേമും എന്താണ് ഇതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ പേര് തന്നെ മനസ്സിലാക്കാം അല്ലേ, 1 person കമ്പനി. അതായത് എന്താ, ഒരു കമ്പനി ഫോം ചെയ്യാൻ ഒരു വ്യക്തിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനീസിൻ്റെ കാര്യം ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയിരുന്നു. അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് പറഞ്ഞ സമയത്ത് അപ്പോൾ മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിനിമം 7 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 person കമ്പനി ആണെന്നുണ്ടെങ്കിൽ എന്താ, ഇത്തരത്തിലുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഒരു സിംഗിൾ പേഴ്സണ് തന്നെ അല്ലെങ്കിൽ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പം എന്താണ് കൂടെ ഒരു എന്താ പറയുക കൂടെ ഒരു പാർട്ട്ണറിനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അയാൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആസ് 1 person കമ്പനി. OPC എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1 person കമ്പനി ആയിട്ട് അദ്ദേഹത്തിന് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ആസ് പെർ കമ്പനീസ് ആക്ട് 2013. ഓക്കെ, 1 person ഈസ് റിക്വയർഡ് ഹു ക്യാൻ ബി ഷെയർ ഹോൾഡർ ആസ് വെൽ ആസ് ദി ഡയറക്ടർ. ഒരു ആളുടെ മാത്രമേ ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. അദ്ദേഹം തന്നെയായിരിക്കും ഷെയർ ഹോൾഡറും അദ്ദേഹം തന്നെയായിരിക്കും
ഡയറക്ടർ എന്ന് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെക്ഷൻസ്. ഓക്കെ, സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്ഷൻസിലുള്ളത്. അപ്പോൾ സെക്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അത് മാർക്ക് ചെയ്ത് പഠിക്കണം. ഏതാണ് സെക്ഷൻ വരുന്നത്? സെക്ഷൻ 2 സബ്സെക്ഷൻ 62. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെഷൻ 62 1 person കമ്പനി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ 62 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 define 1 person company that it means a company which has only 1 person as a member. 1 person കമ്പനിയിൽ മെമ്പർ ആയിട്ട് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന കൈൻഡ് ഓഫ് കമ്പനിയാണ് 1 person കമ്പനി. ഓക്കെ, ആൻ ഇൻഡിവിജ്വൽ കനോട്ട് ഇൻകോർപ്പറേറ്റ് മോർ ദാൻ 1 OPC. ഇനി 1 person കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ആൻ ഇൻഡിവിജ്വൽ കനോട്ട് ഇൻകോർപ്പറേറ്റ് മോർ ദാൻ 1 OPC. ഒരു വ്യക്തിക്ക് ഒരു 1 person കമ്പനി മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ, ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ തീരുമാനിക്കുകയാണ് അയാൾക്കൊരു 1 person കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് എന്താണ്, അയാൾ എക്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ ഒരു 10 years ഈ കമ്പനി എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ആഫ്റ്റർ 10 years അയാൾക്ക് വീണ്ടും തോന്നുകയാണ് മറ്റൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും ഒരു 1 person കമ്പനി കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. ഒരു വ്യക്തിക്ക് ഒരു 1 person കമ്പനി മാത്രമേ റൺ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആസ് പെർ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു 1 person കമ്പനിയിൽ മാത്രമേ മെമ്പറായിട്ട് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. ഓർ ദേ cannot become a nominee in more than 1 person കമ്പനി. അതേപോലെ തന്നെ നോമിനി ആയിട്ട് പോലും ഒരു 1 person കമ്പനിയിൽ മാത്രമേ നോമിനി ആയിട്ട് നിൽക്കാനായിട്ട് പാടുള്ളൂ. മോർ ദാൻ 1 person കമ്പനിയിൽ നോമിനി ആകാനോ മെമ്പർ ആകാനോ ആർക്കും അധികാരമില്ല, അല്ലെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1 person കമ്പനിയുടെ ഒരു OPCയുടെ മാത്രമേ ഭാഗമാകാനായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിളാണ് 1 person കമ്പനീസിൻ്റെ എക്സാമ്പിളാണ് യുവേന്ദ്ര അഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഉണ്ട്. അതൊരു 1 person കമ്പനിയാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു 1 person കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്. ഓക്കെ, ഫ്ലിപ്കാർട്ട് ബെൻസിലാണ് ഈ ഒരു കമ്പനി ആദ്യമായിട്ട് ഫ്ലിപ്കാർട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 1 person കമ്പനി ആയിട്ടാണ് ഫ്ലിപ്കാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ളതാണ് 1 person കമ്പനി. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡിഫിക്കേഷൻ ആയിരുന്നു 1 person കമ്പനി. സെക്ഷൻ 2 സബ്സെഷൻ 62 ആണ് 1 person കമ്പനി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ മാത്രമേ നോമിനി ആയിട്ട്, ഒരു 1 person കമ്പനിയിൽ മാത്രമേ നോമിനി ആകാൻ പാടുള്ളൂ. ഒരു വ്യക്തി ഒരു 1 person കമ്പനി മാത്രമേ റൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെമ്പറായിട്ട് മാറാനും പാടുള്ളൂ. അത് മാത്രമാണ് ഇവിടെ ഉള്ളൊരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് റിഗാർഡ്സ് ദ നെയിം ഓഫ് OPC. ഇനി 1 person കമ്പനിയുടെ നെയിം എങ്ങനെയായിരിക്കണം? ദ ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ദ വേർഡ് 1 person company shall be mentioned in brackets below the name of such company. എന്തിനാ 1 person കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ബ്രാക്കറ്റിൽ ഈ ഒരു 1 person കമ്പനി ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഇപ്പം നമ്മൾ ഈ ഒരു യുവേന്ദ്ര അഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ നോക്കുമ്പോൾ കണ്ടോ, ഇവരുടെ ബ്രാക്കറ്റിൽ എന്താണ് OPC എന്നുള്ള ഒരു ടേം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സമയത്തായിരുന്നു അതൊരു 1 person കമ്പനി, ഇപ്പം അതല്ല. ഓക്കെ, അപ്പോൾ യുവേന്ദ്ര അഗ്രോ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 1 person കമ്പനിയാണ്. അപ്പോൾ അവരുടെ കൂടെ ബ്രാക്കറ്റിൽ ആ ഒരു പേരിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ ഈ ഒരു OPC എന്ന് പറയുന്ന ആ ഒരു ടേം മെൻഷൻ ചെയ്യണം. അത് ആസ് പെർ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു 1 person കമ്പനിയാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പേരിൻ്റെ കൂടെ എന്താണ് ആ ഒരു 1 person കമ്പനി അല്ലെങ്കിൽ OPC എന്നുള്ള ആ ഒരു ടേം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഹോൾഡിംഗ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ സച്ച് കമ്പനീസ്. ഇപ്പം നമുക്കറിയാം മറ്റുള്ള കമ്പനീസിന് ആസ് പെർ കമ്പനീസ് ആക്ട് എന്താണ്, ഇയർലി വൺസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഒരു മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്യണമല്ലേ. പക്ഷേ 1 person കമ്പനിക്ക് ഇതിലൊരു എക്സംഷൻ ഉണ്ട്. അവർക്ക് എന്തില്ല, ഇത്തരത്തിലുള്ള ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. കാരണം എന്താണ്, അവിടെ ആകെ ഒരു മെമ്പറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്
ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് നമ്മുടെ ലോ പറയുന്നില്ല. അപ്പോൾ അതിലെന്തുണ്ട്, 1% കമ്പനിക്ക് ഒരു എക്സംഷൻ ഉണ്ട്. AGMs കണ്ടക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു നിർബന്ധം 1% കമ്പനീസിൻ്റെ കേസസിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 1% കമ്പനിയിൽ മെയിനായിട്ട് ഓർത്തേക്കേണ്ടതാണ് സെക്ഷൻ 2 സബ്സെഷൻ 62. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് മൂന്നാമത് വരുന്നതാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. രജിസ്റ്റേർഡ് കമ്പനീസിലെ രണ്ടാമത്തെ ടൈപ്പാണ് പ്രൈവറ്റ് കമ്പനി. ആഫ്റ്റർ 1% കമ്പനി ദ നെക്സ്റ്റ് വി ഹാവ് പ്രൈവറ്റ് കമ്പനി ആൻഡ് ദ സെക്ഷൻ ഓഫ് 2 subsection 68 deals with the private company. Okay, as per Companies Act 2013 section 2 subsection 68 deals with the പ്രൈവറ്റ് കമ്പനി. അല്ലെങ്കിൽ എന്താണ് പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏത് സെക്ഷനിലാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? ഇറ്റ്സ് അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ 68. A company which has a minimum paid up capital as may be prescribed by its article. എന്താണ് ഇതിൻ്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആസ് പെർ കമ്പനീസ് ആക്ട് എത്രയാണ്? 1 lakh rupees ആണ് പ്രൈവറ്റ് കമ്പനീസിൻ്റെ മിനിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിനിമം അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh rupees ആയിരിക്കും. ഇറ്റ് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ദ ഷെയർസ്. പ്രൈവറ്റ് കമ്പനീസിൽ എങ്ങനെയായിരിക്കും? ദർ ഇസ് എ റെസ്ട്രിക്ഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അത് പക്ഷേ പ്രൈവറ്റ് കമ്പനീസിൻ്റെ കേസിൽ അത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. എന്താണ് പക്ഷേ പ്രൊഹിബിറ്റഡ് അല്ല. നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് റെസ്ട്രിക്റ്റഡ് ആണ് ബട്ട് നോട്ട് പ്രൊഹിബിറ്റഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹാവിങ് മിനിമം 2 ആൻഡ് മാക്സിമം 200 മെമ്പേഴ്സ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എങ്ങനെയാണ്? മിനിമം 2 വ്യക്തികളുണ്ടെങ്കിൽ, ഓക്കെ, മിനിമം 2 വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും? ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദർ ഇസ് എ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ദ മാക്സിമം നമ്പർ. ദ മാക്സിമം നമ്പർ ഷുഡ് ബി 200. ഓക്കെ, 2 പേരുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ മാക്സിമം എത്ര പേര് മാത്രമേ പാടുള്ളൂ? 200 പേര് മാത്രമേ പാടുള്ളൂ. അതിൽ കൂടുതലാവാനായിട്ട് പാടില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് റിക്വയർഡ് ടു ആഡ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് നെയിം. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അവരുടെ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ XYZ എന്ന് പറയുന്ന കമ്പനി സെക്ഷൻ 2 സബ്സെഷൻ 68 പ്രകാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ നെയിം എന്തായിരിക്കണം? XYZ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കണം. ഓക്കെ, അവരുടെ പേരിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യണം. ഇപ്പം നമ്മൾ 1% കമ്പനി പറഞ്ഞപ്പോൾ പറഞ്ഞു എക്സ് ബ്രാക്കറ്റിൽ 1% കമ്പനി ലിമിറ്റഡ് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൻ്റെ കൂടെ എന്ത് പറയണം? പ്രൈവറ്റ് ലിമിറ്റഡ്. അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ലിമിറ്റഡിന് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് PVT എന്ന് പറയാം അല്ലേ. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ദെൻ നീഡ് ടു ഹാവ് ഓൺലി 2 ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനീസിൻ്റെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണ്? 2 തന്നെയാണ്. ഓക്കെ, 2 പേരുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 2 ഡയറക്ടേഴ്സ് ആണ് മിനിമം വേണ്ടത്. ആൻഡ് നീഡ് നോട്ട് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഓർ ഫയൽ വിത്ത് ROC. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയുടെ ഒരു പ്രിവിലേജ് ആയിട്ട് പോലും പറയുന്ന കാര്യമാണ് എന്ത്? ദേ നീഡ് നോട്ട് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഫോർ പർച്ചേസിങ് ദി ഷെയർസ്. ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷെയർസ് ഇപ്പോൾ കമ്പനി ഷെയർസ് വിൽക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യം പബ്ലിക്കിന് ഇൻഫോം ചെയ്യണം അല്ലേ. ഇത്ര രൂപയ്ക്ക് കമ്പനിയുടെ ഇത്ര ഷെയർസ് വിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന ദിവസമാണ് അതിൻ്റെ ഇത് തുടങ്ങുന്നത് എന്നുള്ളത് പബ്ലിക്കിന് ഇൻഫോം ചെയ്യണം അല്ലേ. ആ ഒരു ഇൻവിറ്റേഷനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്.
അപ്പം ഇത്തരത്തിലുള്ള പ്രോസ്പെക്ടസ് ഒന്നും ആർക്ക് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല, പ്രൈവറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ആസ് വി ഓൾറെഡി സെഡ്, പ്രൈവറ്റ് കമ്പനിയിൽ എന്താണ് ഷെയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അതേപോലെ തന്നെ കൂടുതലും ഫാമിലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ് പ്രൈവറ്റ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പുറമേക്ക് ആ ഒരു ഷെയർ പോവാതിരിക്കുക എന്നുള്ളതും കൂടിയാണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് വേണ്ട, പ്രോസ്പെക്ടസിൻ്റെ ആവശ്യമില്ല. മിനിമം 2 പേരുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ മാക്സിമം എത്ര പേര് വരെ പാടുള്ളൂ, 200 മെമ്പേഴ്സ് വരെ പാടുള്ളൂ. അവരുടെ പേരിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കണം, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഷെയർസിൻ്റെ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആണ്, പ്രൊഹിബിറ്റഡ് അല്ല. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ആണ് പക്ഷേ പ്രൊഹിബിറ്റഡ് അല്ല. ഓൺലി 2 ഡയറക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ എത്ര പേരാണ് വേണ്ടത്, എത്ര ഡയറക്ടേഴ്സ് ആണ് വേണ്ടത്, മിനിമം 2 പേരാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടേഴ്സ് ആയിട്ട് ആവശ്യമുള്ളത്. സെക്ഷൻ 2 സബ്സെഷൻ 68. 1 പേഴ്സൺ കമ്പനിയുടെ സെക്ഷൻ ഏതായിരുന്നു, സെക്ഷൻ 2 സബ്സെഷൻ 62 ആയിരുന്നു. അതേസമയം പ്രൈവറ്റ് കമ്പനിയുടെയോ സെക്ഷൻ 2 സബ്സെഷൻ 68. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതാണ് പബ്ലിക് കമ്പനി. അപ്പോൾ നമ്മൾ പറഞ്ഞു രജിസ്റ്റേർഡ് കമ്പനീസിൽ 3 ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. 1 പേഴ്സൺ കഴിഞ്ഞു, പ്രൈവറ്റ് കഴിഞ്ഞു, അടുത്ത് നമുക്ക് വരുന്നതാണ് പബ്ലിക് കമ്പനീസ്. പലരും പബ്ലിക് കമ്പനീസ് എല്ലാം ഗവൺമെൻറ് കമ്പനീസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ പബ്ലിക് സെക്ടർ എന്ന് യൂഷ്വലി പറയുന്നത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതിനാണ് അല്ലേ. പക്ഷേ എന്താണ്, ആസ് പെർ കമ്പനീസ് ആക്ട് പബ്ലിക് കമ്പനീസ് വേറെ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് വേറെ, ഗവൺമെൻറ് കമ്പനീസ് വേറെ. ഓക്കെ, ഒരിക്കലും പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളൊരു കമ്പനി ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്താണ്, ചില ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ പബ്ലിക് കമ്പനി എന്ന് പറയുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പബ്ലിക് കമ്പനി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റുക. ഓക്കെ, അതല്ല, ഗവൺമെൻറ് കമ്പനീസ് വേറെ, പബ്ലിക് കമ്പനീസ് വേറെ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് വേറെ. ഓക്കെ, അപ്പം എന്താണ് പബ്ലിക് കമ്പനി നമുക്ക് നോക്കാം. ഏതൊക്കെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു കമ്പനി പബ്ലിക് കമ്പനി ആകുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 2 സബ്സെഷൻ 71. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനീസ് ആക്ട് 2013. ആസ് പെർ കമ്പനീസ് ആക്ട് 2013, പബ്ലിക് കമ്പനി കംസ് അണ്ടർ ദ സെക്ഷൻ 2 സബ്സെഷൻ 71 സബ്സെഷൻ വരുന്ന ഇതിലാണ് നമ്മുടെ പബ്ലിക് കമ്പനി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി എന്താ, ഒരു പ്രൈവറ്റ് കമ്പനി കാറ്റഗറിയിൽ വരാത്ത കമ്പനീസിനെയാണ് നമ്മൾ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. has a minimum paid up capital of 5 lakh or such higher paid up capital as may be prescribed. എന്താണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ടു സ്റ്റാർട്ട് എ കമ്പനി ആസ് എ പബ്ലിക് കമ്പനി? മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh rupees ആണ്. ഓക്കെ, ആസ് പെർ കമ്പനീസ് ആക്ട് 2013 മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh rupees ആണ്. ആൻഡ് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഹയർ എമൗണ്ട് എന്താണ്, പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ഹയർ എമൗണ്ട് വരെ. മിനിമം 5 ലക്ഷം രൂപ ക്യാപിറ്റലോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനീസിന് മാത്രമേ പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം 7 members ആൻഡ് ദർ ഇസ് നോ മാക്സിമം ലിമിറ്റ്. നമ്മൾ പ്രൈവറ്റ് കമ്പനി പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു മിനിമം എന്താണ്, 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ മാക്സിമം 200 പേരെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം എത്ര പേര് വേണം? 7 members ഉണ്ടായിരിക്കണം. ഓക്കെ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയായിരിക്കണം? 7 പേരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കൊരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എന്തില്ല, മാക്സിമം നമ്പറിന് എന്താ പറയുന്നില്ല, ഒരു റെസ്ട്രിക്ഷൻ പറയുന്നില്ല. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം 200 എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ പബ്ലിക് കമ്പനിയുടെ കേസിൽ എന്തില്ല, ഈ ഒരു മാക്സിമം റെസ്ട്രിക്ഷൻ വരുന്നില്ല. ഓക്കെ, ആ ഒരു മിനിമം 7 ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാക്സിമം എത്ര നമ്പർ വേണമെങ്കിലും ആവാം, അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ 7 പേര് ചേർന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, അത് പബ്ലിക് കമ്പനി ആയിട്ട് പബ്ലിക് കമ്പനി എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇപ്പോൾ 6 പേരേ ഉള്ളൂ. ഓക്കെ, 6 പേരേ ഉള്ളൂ. അവർക്ക് പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ ലോ അത് പോസിബിൾ അല്ല. 7 പേരുണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനീനെ നമുക്ക് പബ്ലിക് കമ്പനിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ. ഓക്കെ,
ദെൻ ഷെയർസ് ആർ ഫ്രീലി ട്രേഡഡ് അറ്റ് ദ സെക്കൻഡറി മാർക്കറ്റ്. പബ്ലിക് കമ്പനീസിൻ്റെ ഷെയർസ് നമുക്ക് എന്താണ് ഫ്രീലി ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കും. ദെൻ പ്രോസ്പെക്ടസ് ആർ കമ്പൽസറി റിക്വയർഡ്. പ്രൈവറ്റ് കമ്പനീനെയും പബ്ലിക് കമ്പനീനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? പ്രോസ്പെക്ടസ്. നമ്മൾ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പറഞ്ഞു, പ്രൈവറ്റ് കമ്പനിക്ക് എന്താവശ്യമില്ല? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പബ്ലിക് കമ്പനിക്ക് അങ്ങനെയില്ല. അവിടെ ഷെയർസ് എന്താണ്? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അപ്പോൾ ഷെയർസ് വിൽക്കാനോ ഒക്കെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കിനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം. അതിനെന്ത് ഇഷ്യൂ ചെയ്യണം? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏത് കമ്പനിയാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക? പബ്ലിക് കമ്പനി. ഓക്കെ, പബ്ലിക് കമ്പനീസ് ആണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എന്താണ് പ്രോസ്പെക്ടസ്? ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ഫോർ ദി പബ്ലിക്. പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് പ്രോസ്പെക്ടസ്. പബ്ലിക് കമ്പനീസ് ആണ് അത് ഇഷ്യൂ ചെയ്യുക, പ്രൈവറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യണ്ട. Okay, then minimum 3 directors are required and maximum 15 directors. ഇനി പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ് മതിയായിരുന്നു അല്ലേ? പക്ഷേ പബ്ലിക് കമ്പനിയുടെ കേസിൽ അത് എത്രയാണ്? മിനിമം 3 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടാവണം. മാക്സിമം എത്ര ഡയറക്ടർ വരെ ആവാം? 15. അത് പ്രൈവറ്റിലും അങ്ങനെയാണ് കേട്ടോ. മാക്സിമം 15 ഡയറക്ടേഴ്സ് വരെ ആവാം. അത് ഡിഫറൻസ് ഇല്ല. പബ്ലിക്കിനാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും മാക്സിമം 15 ഡയറക്ടേഴ്സ് വരെ ആകാം. പക്ഷെ മിനിമം പബ്ലിക്കിലാണെങ്കിലും 3 ഡയറക്ടറും പ്രൈവറ്റിലാണെങ്കിൽ 2 ഡയറക്ടറും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്ന കമ്പനീസിനെയാണ് നമുക്ക് ഏത് കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പറയാൻ പറ്റുക? പബ്ലിക് കമ്പനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ പബ്ലിക് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് കമ്പനീസ് അല്ല, ദേ ആർ ഡിഫറെൻറ്റ്. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 5 ലക്ഷം ക്യാപിറ്റലോട് കൂടിയിട്ട് 7 പേര്, മിനിമം 7 പേര് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനീസാണ് പബ്ലിക് കമ്പനി. അവിടെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിന് യാതൊരു ലിമിറ്റും ഉണ്ടായിരിക്കില്ല. ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതേപോലെ തന്നെ കമ്പൽസറി ആയിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. മിനിമം 3 ഡയറക്ടേഴ്സും മാക്സിമം 15 ഡയറക്ടേഴ്സും വരെ പബ്ലിക് കമ്പനിക്ക് ആകാം. സെക്ഷൻ 2 സബ്സെഷൻ 71. ഓക്കെ, പ്രൈവറ്റ് കമ്പനി സെക്ഷൻ 2 സബ്സെഷൻ 68 ആയിരുന്നു. പബ്ലിക് കമ്പനി എത്രയാണ്? സെക്ഷൻ 2 സബ്സെഷൻ 71ലാണ് പബ്ലിക് കമ്പനി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ് പറയുന്നത്. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ അവസാനിച്ചു. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ വി ഹാവ് chartered companies or royal companies, statutory companies and registered companies. Registered companies ൽ തന്നെ നമുക്ക് 1 person company, private company and public company ആണ് ഉള്ളത്. Then on the basis of liability, ഇനി ലൈബിലിറ്റിയുടെ ബേസിസിൽ കമ്പനീസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ലൈബിലിറ്റിയുടെ ബേസിസിൽ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. സെക്ഷൻ 2 സബ്സെഷൻ 22. ഓക്കെ, സെക്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് അത് ഓർത്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഏതാണ് വരുന്നത്? സെക്ഷൻ 2 സബ്സെഷൻ 22ലാണ് ലിമിറ്റഡ് ബൈ ഷെയർസ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് വരുന്നത്. അപ്പം എന്താണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്? നമുക്ക് നോക്കാം. ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഈസ് ലിമിറ്റഡ് ടു അൺപെയ്ഡ് വാല്യൂ ഓഫ് ദി ഷെയർസ്. നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി പറഞ്ഞിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, കമ്പനീസ് ആർ യൂഷ്വലി ലിമിറ്റഡ് ടൈപ്പ്. ഓക്കെ, അതായത് ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അവരുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതോ എന്താണ്? അതൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, ലിമിറ്റഡ് ആയിരിക്കും. അതായത് അവർ എത്ര രൂപയുടെ ഷെയർ ആണോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയിൽ ഒരാൾക്ക് എങ്ങനെയാണ് ഓണർ ആവാൻ സാധിക്കുക? ബൈ പർച്ചേസിങ് ഷെയർ, അല്ലേ? ഷെയർ പർച്ചേസ് ചെയ്താലാണ് അയാൾക്ക് ഓണർ ആവാനായിട്ട് സാധിക്കുക. അപ്പോൾ എത്ര രൂപയുടെ ഷെയർ ആണോ ഒരു ഇൻഡിവിജ്വൽ പർച്ചേസ് ചെയ്യുന്നത്
ആ ഒരു ഷെയർ വാല്യൂ ആയിരിക്കും അയാളുടെ ലയബിലിറ്റി. ഇപ്പം ഞാൻ 100 രൂപയുടെ ഷെയർ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാക്സിമം എമൗണ്ട് കമ്പനിയിലേക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 100 രൂപ മാത്രമായിരിക്കും. ഇപ്പം കമ്പനി നഷ്ടത്തിലായി, കമ്പനിക്ക് 1000 രൂപയുടെ ഒരു ലോസ് വന്നു എന്ന് കരുതി ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഈ 1000 രൂപ കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്ര മാത്രമാണ്? 100 രൂപ മാത്രമാണ്. ആ 100 രൂപ വരെ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? കമ്പനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് കമ്പനീസ് ബൈ ലിമിറ്റഡ് എന്ന് അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ വരുന്നതാണ് ലിമിറ്റഡ് ബൈ ഷെയർ. അപ്പം എന്താണ്? ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പർ ഓഫ് ദ കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദി അൺപെയ്ഡ് വാല്യൂ ഓഫ് ദെയർ ഷെയർ. അതായത് നമുക്കറിയാം ഇപ്പം 100 രൂപയുടെ ഒരു ഷെയർ, ഓക്കെ, എക്സ് എന്ന് പറയുന്ന ആൾ 100 രൂപയുടെ ഒരു ഷെയർ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ആൾ 100 രൂപയുടെ ഷെയർ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷെയർ ആ ഒരു വാല്യൂ എങ്ങനെയൊക്കെ കൊടുക്കുക? ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് കോള്, ആ ഒരു രീതിയിലാണല്ലേ ഷെയറിൻ്റെ പ്രൈസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സപ്പോസ് 50 രൂപ വരെയാണ് അയാൾ പേ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. ഓക്കെ, 100 രൂപയുടെ ഷെയർ ആണ് അയാൾ വാങ്ങിയത്, പക്ഷെ ഇതുവരെ 50 രൂപ മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ. കമ്പനി ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, കമ്പനി ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കമ്പനിക്ക് എന്തുണ്ട്? കമ്പനിയുടെ ലയബിലിറ്റി ആയിട്ട് ഒരു 1000 റുപ്പീസ് ഉണ്ട്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന വ്യക്തി 100 രൂപയുടെ ഷെയർ വാങ്ങിച്ചു, പക്ഷെ 50 രൂപ വരെ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. കമ്പനി പെട്ടെന്ന് എന്താണ്? വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി എന്ന് പറയുന്നത് 1000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആസ് എ മെമ്പർ എക്സിന് ഈ 1000 രൂപയിലുള്ള കോൺട്രിബ്യൂഷൻ എത്ര മാത്രമാണ്? ഈ ഒരു ബാക്കി 50 രൂപ മാത്രമാണ്. ഓക്കെ, അയാളുടെ ഷെയർ വാല്യൂവിൻ്റെ അൺപെയ്ഡ് എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് മാത്രമേ അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. കമ്പനിയിൽ ഇത്രയും രൂപയുടെ നഷ്ടം ഉണ്ടെന്ന് കരുതി ഒരിക്കലും ഓണർ ആയതുകൊണ്ട് അല്ലെങ്കിൽ മെമ്പർ ആയതുകൊണ്ട് അയാളുടെ പേഴ്സണൽ അസറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ എമൗണ്ട് അയാൾക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര രൂപ ഷെയറിൻ്റെ ബാക്കിയായിട്ട് കൊടുക്കാനുണ്ടോ ആ ഒരു എമൗണ്ട് മാത്രമേ അയാൾ പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പം 100 രൂപയിൽ 50 രൂപ അയാൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 50 രൂപ വൈൻഡ് അപ്പിൻ്റെ സമയത്ത് കൊടുക്കേണ്ടി വരും. അതല്ലാതെ എന്ത് ചെയ്യേണ്ടി വരില്ല? 1 രൂപ പോലും അവർക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഷെയർ വാല്യൂവിൻ്റെ അൺപെയ്ഡ് പ്രൈസ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് മാത്രമേ പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇൻ ദി കേസ് ഓഫ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ വാല്യൂ ആണ് അവരുടെ ലയബിലിറ്റിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഇൻ സച്ച് കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദം. അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അതായിരിക്കും അവരുടെ ലയബിലിറ്റി. ഞാൻ 1000 രൂപയുടെ ഷെയർ വാങ്ങിയാൽ 1000 രൂപയായിരിക്കും എൻ്റെ ലയബിലിറ്റി. ഇപ്പം എൻ്റെ ഫ്രണ്ട് 500 രൂപയുടെ ഷെയർ വാങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 500 രൂപയായിരിക്കും അയാളുടെ ലയബിലിറ്റി. അതിൽ എക്സസ് ആവില്ല. Okay, if the members have not paid the full value of shares purchased by them, they will be called upon to pay the remaining amount. ഷെയറിൻ്റെ പ്രൈസ് മുഴുവനായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 100 രൂപയുടെ വാങ്ങിയിട്ട് 50 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി 50 രൂപ കൊടുക്കാനായിട്ട് അയാൾക്ക് കോള് വരും. അതല്ലാതെ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് അയാളെ അപ്രോച്ച് ചെയ്യില്ല. Limited liability company doesn't mean that the liability of the company towards the third party is limited. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുമ്പോൾ എന്തായിട്ട് തെറ്റിദ്ധരിക്കരുത്? കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റിയാണ് ലിമിറ്റഡ്. കമ്പനിയുടെ തേർഡ് പാർട്ടിയോടുള്ള ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ കമ്പനി എന്തെങ്കിലും ഫോൾസോ കാര്യങ്ങളോ ഒക്കെ വരുത്തിയിട്ട് തേർഡ് പാർട്ടിക്ക് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് അയാൾക്ക് ക്ലെയിം ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അവിടെ ലിമിറ്റോ കാര്യങ്ങളോ ഇല്ല. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ ലിമിറ്റാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത് മാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി. അതിലെന്തെങ്കിലും അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയോ പേഴ്സണൽ അസറ്റ്സോ ഒന്നും ഉപയോഗിച്ച് കമ്പനിയുടെ ഡെപ്റ്റ് അവർ ഫേസ് ചെയ്യണം അല്ലെങ്കിൽ കമ്പനിയുടെ ഡെപ്റ്റ് സെറ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യം ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. സെക്ഷൻ 2 സബ്സെഷൻ
22. The liability of the members are limited to the extent of the face value of their share. അവർ പർച്ചേസ് ചെയ്ത ഷെയറിൻ്റെ ഫേസ് വാല്യൂ മാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി നമുക്ക് വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, സെക്ഷൻ 2 സബ്സെഷൻ 21. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 21. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ആ ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഷെയർ വാല്യൂവിനപ്പുറം ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് കൂടി നമ്മുടെ മെമ്പർ ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു ലോസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു വൈൻഡ് അപ്പിൻ്റെ സമയത്ത് കമ്പനി നഷ്ടത്തിലാണെങ്കിൽ ഞാൻ ഇത്ര രൂപ കൂടി തരാം എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടാവും. സപ്പോസ് 100 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്ത ഒരാൾ, ഓക്കെ, 100 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരാൾ, അയാൾ എന്താണ് ഈ 100 രൂപയും കമ്പനിയിലേക്ക് പേ ചെയ്തു. അയാളുടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർ ആയിരുന്നു 100 രൂപ. ഈ 100 രൂപയും അയാൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് പേ ചെയ്തു. പക്ഷേ കമ്പനി എന്താണ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, കമ്പനിയുടെ ലോസും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുക. ഇയാൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, വൈൻഡപ്പിൻ്റെ സമയത്ത് ഒരു 50 രൂപ കൂടി തരാം എന്ന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അയാൾ പർച്ചേസ് ചെയ്ത ഷെയർ 100 രൂപയുടെയാണ്, പക്ഷേ മെമ്പർ ആകുന്ന സമയത്ത് അയാൾ എന്താണ് ഒരു 50 രൂപ വൈൻഡപ്പിൻ്റെ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ കമ്പനി വൈൻഡപ്പ് ആകുന്ന സമയത്ത് കമ്പനിക്ക് എന്താവശ്യപ്പെടാം, ഈ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആവശ്യപ്പെടാനായിട്ടുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ ഷെയർ വാല്യൂവിൻ്റെ അപ്പുറം മെമ്പർ എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡർ എന്തെങ്കിലും ഗ്യാരണ്ടി പറയുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് വരെയാണ് അയാളുടെ ലൈബിലിറ്റി. അപ്പോൾ ഇവിടെ 100 രൂപയുടെ ഷെയർ ആണെങ്കിലും അയാളുടെ ടോട്ടൽ ലൈബിലിറ്റി എത്രയായി, 150 ആണ്. കാരണം എന്താണ്, അയാൾ 50 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അവിടെ ആ ഒരു ഷെയർ വാല്യൂവിൻ്റെ അപ്പുറം ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് കൂടി വരാനായിട്ട് സാധ്യതയുണ്ട്. സെക്ഷൻ 2 സബ്സെഷൻ 21. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 21ലാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വരുന്നത്. ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് അണ്ടർടേക്കൺ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം ഓർ ഹെർ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. എന്താണ് അവരുടെ ആ ഒരു ലൈബിലിറ്റി എന്ന് പറയുന്നത്, എന്താണ് വൈൻഡപ്പിൻ്റെ സമയത്ത് എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നവർ എന്താ പറയുക, ആ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ ആ ഒരു എമൗണ്ട് വരെ ആയിരിക്കും അവരുടെ ലൈബിലിറ്റി. Guarantee companies are generally formed to undertake non-trading activities such as the promotion of arts, science, sports, etc. Okay, അപ്പോൾ യൂഷ്വലി ഈ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്താണ് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന കമ്പനീസാണ് അവരുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഫോം ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവരെന്താണ് നോൺ ട്രേഡിംഗ് ആണ്. അപ്പോൾ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്പോർട്സ്, സയൻസ് അങ്ങനത്തെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസാണ് അവരുടെ ലൈബിലിറ്റി എന്താക്കി ഫിക്സ് ചെയ്യുന്നത്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഫിക്സ് ചെയ്യുന്നത്. ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് സച്ച് കമ്പനീസ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് സച്ച് ഗ്യാരണ്ടീസ് ഗിവൺ ബൈ ദി മെമ്പേഴ്സ്. അപ്പോൾ എന്താണ് മെമ്പേഴ്സ് കൊടുക്കുന്ന ഗ്യാരണ്ടി എത്രയാണെന്നുള്ള ആ ഒരു എമൗണ്ട് എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഞാൻ പറഞ്ഞു ഇയാൾ 50 രൂപ ഗ്യാരണ്ടി കൊടുത്തു അല്ലെങ്കിൽ ഗ്യാരണ്ടിയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വൈൻഡപ്പിൻ്റെ സമയത്ത് അയാൾക്ക് 50 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ഇറ്റ് അറൈസസ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പം 50 രൂപ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നുകൊണ്ട് 50 രൂപ തരാൻ പറയാൻ പറ്റില്ല. ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ ഈ ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മെമ്പേഴ്സിനോട് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടീഡ് എമൗണ്ട് മുന്നേ ചോദിക്കാനായിട്ട് അധികാരം ഇല്ല. ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ അത് ചോദിക്കാനായിട്ട് സാധിക്കുള്ളൂ. And guarantee company may be permitted to drop the word limited from their names by the central government under section 8 of the
കമ്പനീസ് ആക്ട്. അതേപോലെ തന്നെ സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട് പ്രകാരം എന്താണ് ഇത്തരത്തിലുള്ള കമ്പനീസിന് ലിമിറ്റഡ് എന്നുള്ള ഒരു വേർഡ് എന്താ പറയുക അത് ഒമിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അധികാരം ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 8 നമുക്ക് ഇനിയും വരുന്നുണ്ട് കേട്ടോ. സെക്ഷൻ 8 ഏത് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. എന്താണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ട് ലൈബിലിറ്റി വരുന്ന കമ്പനീസിന് എന്ത് ചെയ്യാം? ലിമിറ്റഡ് എന്നുള്ള ഒരു ടേം അവരുടെ പേരിൻ്റെ കൂടെ യൂസ് ചെയ്യാതിരിക്കാം. അത് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരമുണ്ട് ആസ് പെർ സെക്ഷൻ 8 which is provided by the central government. സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളൊരു അധികാരമാണ്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി നമുക്ക് വരുന്ന രണ്ടാമത്തെ കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇവിടെ ആ ഒരു ഫേസ് വാല്യൂ ഓഫ് ഷെയറിൻ്റെ അപ്പുറം എന്താണ് ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് പറയും. ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് മാത്രമേ കമ്പനിക്ക് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എത്രയാണോ ഗ്യാരണ്ടി പറയുന്നത് അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു എമൗണ്ട് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മെമ്പേഴ്സ് കമ്പൽസറി ആയിട്ട് കൊടുക്കണം. അപ്പം ഇത്തരത്തിലുള്ള എന്താണ് കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആക്കുന്ന കമ്പനീസ് യൂഷ്വലി നോൺ ട്രേഡിംഗ് കമ്പനീസ് ആയിരിക്കും. അവരെന്താണ് സ്പോർട്സ്, സയൻസ്, ആർട്സ് അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനീസാണ് യൂഷ്വലി എന്താണ് ഈ ഒരു ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നുള്ള ഒരു രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്. സെക്ഷൻ 2 സബ്സെഷൻ 21. സെക്ഷൻ 2 സബ്സെഷൻ 22 ഏതായിരുന്നു? ലിമിറ്റഡ് ബൈ ഷെയർ ആണ്. സെക്ഷൻ 2 സബ്സെഷൻ 21 ആണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് അൺലിമിറ്റഡ് കമ്പനീസ്. ഇനി കമ്പനിയുടെ ഫീച്ചേഴ്സിൽ നമ്മൾ പറഞ്ഞപ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റി ആണെന്ന് പറഞ്ഞു. ബട്ട് ദർ ഈസ് അനദർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ദർ ഈസ് പോസിബിൾ ഫോർ ആൻ അൺലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനീസ് ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 92. ഓക്കെ, ഇതാണ് സെക്ഷൻ 2 സബ്സെഷൻ 92 പ്രകാരം ആസ് പെർ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെഷൻ 92 പ്രകാരം കമ്പനീസിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇത്തരം കമ്പനീസ് എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനോട് സിമിലർ ആണ്. കാരണം എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്താണ് ലൈബിലിറ്റി ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താ കമ്പനി വളരെ നഷ്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം വളരെ നഷ്ടത്തിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ ഉപയോഗിച്ച് ആ ഒരു കടം തീർക്കാനായിട്ടുള്ള ഒരു ബാധ്യത വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം എപ്പോഴും അൺലിമിറ്റഡ് ആണ്. അതുമായിട്ട് സിമിലർ ആയിട്ട് വരുന്നതാണ് ഈ ഒരു അൺലിമിറ്റഡ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ 92. എ കമ്പനി ദാറ്റ് ഹാസ് നോ ലിമിറ്റ് ഓൺ ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റിയിൽ എന്തില്ല? ലിമിറ്റ് ഇല്ല. The private assets of the members can be utilized to pay off the company's liability. കമ്പനിയുടെ ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാനായിട്ട് മെമ്പേഴ്സിൻ്റെ പ്രൈവറ്റ് അസറ്റ്സ് വരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അൺലിമിറ്റഡ് കമ്പനീസിൽ മെമ്പേഴ്സിൻ്റെ പ്രൈവറ്റ് അസറ്റ്സ് ഉപയോഗിച്ച് വരെ കമ്പനിയുടെ ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ വരും. ദ മെമ്പേഴ്സ് ആർ ലൈബിൾ ഫോർ ദ ഹോൾ ഡെപ്റ്റ് ഇൻക്വയർഡ് ബൈ ദി കമ്പനി. കമ്പനിക്ക് ഉണ്ടാകുന്ന മുഴുവൻ ഡെപ്റ്റും അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഈ ഒരു മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ഇഫ് ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു ഡിസ്ചാർജ് ദ ഡെപ്റ്റ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, കമ്പനിയുടെ അസറ്റ്സ് കമ്പനിയുടെ ഡെപ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ സഫിഷ്യൻ്റ് അല്ലെങ്കിൽ, ഓക്കെ കമ്പനിയുടെ കയ്യിൽ ആകെ 1 ലക്ഷം രൂപയുടെ അസറ്റേ ഉള്ളൂ, പക്ഷേ കമ്പനിയുടെ നഷ്ടം എന്ന് പറയുന്നത് 10 ലക്ഷമാണെന്ന് വിചാരിക്കാം. ഓക്കെ, കമ്പനിയുടെ കയ്യിൽ ആകെ 1 ലക്ഷം രൂപയുടെ അസറ്റ്, പക്ഷേ കമ്പനിയുടെ നഷ്ടം എത്രയാണ്? 10 ലക്ഷം. അപ്പോൾ ആ ഒരു ബാക്കി 9 ലക്ഷം എന്ന് പറയുന്നത് ആര് കൊടുക്കേണ്ടി വരും? ഈ ഒരു മെമ്പേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ആ ഒരു മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് ഉപയോഗിച്ചിട്ട് വരെ ഈ ബാക്കി 9 lakhs റിക്കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ദെൻ ദ മെമ്പേഴ്സ് വിൽ ബി കോൾഡ് അപ്പോൺ ടു പേ ദ റിമൈനിങ് എമൗണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസ് 9 lakhs അടയ്ക്കാൻ ആരെ കോൾ ചെയ്യും? മെമ്പേഴ്സിനെ കോൾ ചെയ്യും. Since the company has a separate legal entity, creditor cannot directly proceed against the members for recovery of the balance amount. The creditors must file a suit for winding up of the company and the official liquidator may call upon the member. അപ്പോൾ എന്താ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടല്ലോ, കമ്പനി വേറെ മെമ്പർ വേറെ എന്നാണല്ലോ. അതുകൊണ്ട് ഡയറക്റ്റ്ലി ക്രെഡിറ്റേഴ്സിന് നിങ്ങൾ പൈസ താ എന്ന് പറയാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം? വൈൻഡ് അപ്പിന് വേണ്ടിയിട്ട് കമ്പനിയുടെ
വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണം. അപ്പോൾ അതിന് പ്രകാരം കോടതി എന്ത് ചെയ്യും? വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അസറ്റ്സും ലൈബിലിറ്റിയും ഒക്കെ മാച്ച് ചെയ്ത് സെറ്റിൽമെൻറ്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആയിരിക്കും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പൈസ കളക്ട് ചെയ്തിട്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ്ലി നമ്മുടെ ക്രെഡിറ്റേഴ്സിന് പോയിട്ട് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അവർ വൈൻഡ് അപ്പിന് വേണ്ടിയിട്ടുള്ള സ്യൂട്ട് കൊടുത്ത് അത് പാസ്സായി അതിൻ്റെ മുകളിൽ ഒഫീഷ്യൽ ലിക്വിഡേറ്ററാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി വി ഹാവ് അൺലിമിറ്റഡ് കമ്പനീസ്. ദേ ആർ സിമിലർ ടു ദി പാർട്ട്ണർഷിപ്പ് ഫേംസ്. It comes under section 2 subsection 92. ഇവിടെ private assets of the members are also liable for paying of the company's debt if the company's assets are not sufficient. കമ്പനിയുടെ അസറ്റ് എന്താണ്? സഫീഷ്യൻ്റ് അല്ലെങ്കിൽ, കമ്പനിയുടെ ഡെപ്റ്റ് ഫില്ല് ചെയ്യുന്നതിന് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ പ്രൈവറ്റ് അസറ്റ്സ് വരെ കോൾ ചെയ്ത് ആ ഒരു എമൗണ്ട്, റിമൈനിങ് ബാലൻസ് എമൗണ്ട് കൊടുക്കേണ്ട ആ ഒരു സിറ്റുവേഷനാണ് അൺലിമിറ്റഡ് കമ്പനീസിന്. ഓക്കെ, ഇപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ദെൻ അൺലിമിറ്റഡ് കമ്പനി. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞു? ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ പറഞ്ഞു, ദെൻ ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി പറഞ്ഞു. മൂന്നാമത് നമുക്ക് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഓക്കെ, ആരാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൺട്രോളിങ് അതോറിറ്റിയുടെ ബേസിസിൽ നമുക്ക് കമ്പനീസിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്ന ഒന്നാമത്തെ കാറ്റഗറിയാണ് ഗവൺമെൻറ് കമ്പനി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, പബ്ലിക് കമ്പനി വേറെ ഗവൺമെൻറ് കമ്പനി വേറെ കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. പബ്ലിക് കമ്പനി ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, അതൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന കമ്പനീസാണ് പബ്ലിക് കമ്പനി. ദെൻ ഗവൺമെൻറ് കമ്പനി. ഓക്കെ, കൺട്രോളിൻ്റെ ബേസിസിൽ നമുക്ക് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഗവൺമെൻറ് കമ്പനി. സെക്ഷൻ 2 സബ്സെഷൻ 45. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 2 സബ്സെഷൻ 45 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഈ ഒരു ഗവൺമെൻറ് കമ്പനി എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. എ കമ്പനി ഇൻ വിച്ച് not less than 51% of the paid up share capital is held by. Okay, ഒരു കമ്പനിയിൽ എന്താണ്? നോട്ട് ലെസ് ദാൻ 51% ഓഫ് ഷെയർസിൻ്റെ 51% കുറയാതെ ആര് ഹോൾഡ് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പാർട്ട്ലി ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസിനെയാണ് നമ്മൾ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 51% ഷെയർസ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 51% ഷെയർസ് സെൻട്രൽ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനീനെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഗവൺമെൻറ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, 51% സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഗവൺമെൻറ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി സെൻട്രലിന് പകരം സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 51% സ്റ്റേറ്റും ബാക്കി പ്രൈവറ്റ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിലും XYZ ലിമിറ്റഡിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഗവൺമെൻറ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാം. സെൻട്രൽ തന്നെ അക്വയർ ചെയ്യണമെന്നില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് 51% എന്നുണ്ടെങ്കിലും എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും? ഗവൺമെൻറ് കമ്പനീസ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ എന്താണ്? ഒരു 35% സെൻട്രലും 20% സ്റ്റേറ്റും ബാക്കി 45% പ്രൈവറ്റ് പാർട്ടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 35% ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, 20% സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. അപ്പോൾ ടോട്ടൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എത്ര വന്നു? 55% വന്നു അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എബവ് 51%. അപ്പോൾ ഈ ഒരു കേസിലും XYZ ലിമിറ്റഡ് എന്തായി? ഗവൺമെൻറ് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മാത്രം 51%-ന്റെ മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലോ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം 51%-ന്റെ മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് 51%-ന്റെ മുകളിൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് 51%-ന്റെ മുകളിലോ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. സപ്പോസ് XYZ ലിമിറ്റഡിൽ സെൻട്രൽ ഗവൺമെൻറ്
ഗവൺമെൻറ്റിൻ്റെ ഷെയർ 49%, പ്രൈവറ്റ് പാർട്ടിയാണ് ബാക്കി 51% ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ XYZ ലിമിറ്റഡ് എന്താണ്? ഒരിക്കലും ഗവൺമെൻറ് കമ്പനിയല്ല. അതെന്താണ്? ഒരു പ്രൈവറ്റോ പബ്ലിക് കമ്പനിയോ ഒക്കെ ആയിട്ട് വരാം. അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല? ഗവൺമെൻറ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൺലി ദ കണ്ടീഷൻ വിച്ച് റിക്വയർഡ് ടു name a company as a government company is the government should acquire more than 51% of shares. എന്താണ്? 51%ൽ കുറയാതെ ഒരു ഷെയർ ഹോൾഡിങ് ഗവൺമെൻറ്റിന് ഉണ്ടെങ്കിലാണ് കമ്പനീസിനെ നമുക്ക് ഗവൺമെൻറ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വിച്ച് ഈസ് സബ്സിഡിയറി ഓഫ് ദ ഗവൺമെൻറ് കമ്പനി. അതേപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് ഒരു കമ്പനി വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗവൺമെൻറ് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ XYZ ലിമിറ്റഡ് അതൊരു ഗവൺമെൻറ് കമ്പനിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, XYZ ലിമിറ്റഡ് 51%ൽ കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഷെയർ ഉള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. XYZ ലിമിറ്റഡിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയായിട്ട് AB ലിമിറ്റഡ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ XYZ ലിമിറ്റഡ് എന്താണ്? ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. അതിൻ്റെ സബ്സിഡിയറി ആയിട്ട്, സബ്സിഡിയറി എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സബ്സിഡിയറി ആയിട്ട് ഒരു AB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ AB ലിമിറ്റഡിനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ഗവൺമെൻറ് കമ്പനി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സബ്സിഡിയറി എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും കേട്ടോ. സോ സബ്സിഡിയറി ഓഫ് ദ ഗവൺമെൻറ് കമ്പനി ഈസ് ഓൾസോ ടേംഡ് ആസ് ദി ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡിയറിനെയും നമ്മൾ ഗവൺമെൻറ് കമ്പനി ആയിട്ടാണ് ടേം ചെയ്യുക. ഓൾറെഡി പറഞ്ഞെന്താണ്? XYZ ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി ആയിട്ട് AB ലിമിറ്റഡ് വരുന്നുണ്ടെങ്കിൽ അതും എന്താണ്? ഒരു ഗവൺമെൻറ് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ONGC ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, മലബാർ സിമൻസ്, ബാങ്ക് ഓഫ് ബറോഡ, UBI ബാങ്ക്, ഇതെല്ലാം എന്തിനുള്ള എക്സാമ്പിളാണ്? ഈ ഒരു ഗവൺമെൻറ് കമ്പനിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഈ ONGCയിലാണെങ്കിലും മലബാർ സിമൻസിലാണെങ്കിലും കോളിലാണെങ്കിലും HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് ആണെങ്കിലും ബാങ്ക് ഓഫ് ബറോഡയിലൊക്കെ ആണെങ്കിലും അവിടെ 51%ൽ കൂടുതൽ ഷെയർസ് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരെന്നെ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, എന്താണ്? നോട്ട് ലെസ് ദാൻ 51% ഓഫ് ഷെയർസ് ഷുഡ് ബി ഹെൽഡ് ബൈ ദി government, and the government can be central government or state government or maybe a combination of both. Okay, 51% ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം. അതാണ് ഇവിടുത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 2 സബ്സെഷൻ 45. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ നമുക്ക് വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും. നേരത്തെ പറഞ്ഞല്ലേ സബ്സിഡിയറി കമ്പനി എന്താണെന്ന് പറയാമെന്ന്, അതിവിടെ പറയാം കേട്ടോ. അപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 സബ്സെഷൻ 46. ഓക്കെ, ഹോൾഡിംഗ് കമ്പനിയുടെ സെക്ഷൻ ഏതാണ് വരുന്നത്? സെക്ഷൻ 2 സബ്സെഷൻ 46. ആൻഡ് സബ്സിഡിയറി കമ്പനിയുടെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 സബ്സെഷൻ 87. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 46, സെക്ഷൻ 2 സബ്സെഷൻ 87 ആണ് സബ്സിഡിയറി കമ്പനി. എന്താണ് ഹോൾഡിംഗ്, എന്താണ് സബ്സിഡിയറി നമുക്ക് നോക്കാം. എ കമ്പനി വിച്ച് കൺട്രോൾസ് അനദർ കമ്പനി ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, എ കമ്പനി which controls another company is known as holding company. ഇപ്പോൾ രണ്ട് കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, AB ലിമിറ്റഡും XY ലിമിറ്റഡും. ഓക്കെ, നമുക്ക് രണ്ട് കമ്പനീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് AB ലിമിറ്റഡ്, പിന്നൊന്ന് XY ലിമിറ്റഡ്. ഇപ്പോൾ XY ലിമിറ്റഡിൽ AB ലിമിറ്റഡിന് 50%ൽ കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, XY ലിമിറ്റഡിൻ്റെ ഷെയർസിൻ്റെ 50%ഉം അതിൽ കൂടുതലോ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? AB ലിമിറ്റഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ AB ലിമിറ്റഡിന് എന്തുണ്ടായിരിക്കും? അവിടെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലേ? XY ലിമിറ്റഡിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. കാരണം ഇവിടുത്തെ 50% ഷെയർസും ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? AB ലിമിറ്റഡ് ആണ്. XY ലിമിറ്റഡിൻ്റെ 50% ഷെയർസിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് AB ലിമിറ്റഡ് ആണ്. അപ്പോൾ AB ലിമിറ്റഡിന് എന്തിനുള്ളൊരു അധികാരം കിട്ടുന്നുണ്ട്? XY ലിമിറ്റഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ AB ലിമിറ്റഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോൾഡിംഗ്
കമ്പനി. ഓക്കെ, ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്, ഓക്കെ, ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു കമ്പനീനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 46 ഏത് കമ്പനിയാണോ മറ്റൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്, ഓക്കെ, കൺട്രോൾ ചെയ്യുന്ന കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി. ഈ ഒരു എക്സാമ്പിൾ എന്താണ്, XYയുടെ 50% ഷെയറും AB കയ്യിലാണ്. AB ആണ് ഇവിടുത്തെ മെയിൻ ഓണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ AB ലിമിറ്റഡ് XYയുടെ ആരാണ്, ഹോൾഡിംഗ് കമ്പനി ആണ്. ഓക്കെ, ആൻഡ് ദ കമ്പനി കൺട്രോൾഡ് ബൈ ഹോൾഡിംഗ് കമ്പനി ഈസ് നോൺ ആസ് സബ്സിഡിയറി കമ്പനി. ഇനി ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെയാണ് സബ്സിഡിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്, XY ലിമിറ്റഡ് ആണ് സബ്സിഡിയറി. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ AB ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്, XY ലിമിറ്റഡ് എന്ന് പറയുന്നത് സബ്സിഡിയറി ആണ്. കാരണം എന്താണ്, XY ലിമിറ്റഡിൻ്റെ പകുതിയിൽ കൂടുതൽ ഷെയർസും AB ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ AB ലിമിറ്റഡ് ആണ് XYനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെ ഹോൾഡിംഗ് എന്നും കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനീനെ, XY ലിമിറ്റഡ് ആണ് ഇവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്, കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനീനെ സബ്സിഡിയറി കമ്പനി എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ AB ഹോൾഡിങ്ങും XY സബ്സിഡിയറി. ഓക്കെ, അപ്പോൾ എന്താണ് ഹോൾഡിങ്, എന്താണ് സബ്സിഡിയറി എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹോൾഡിംഗ് കമ്പനി എന്താണ്, മറ്റൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെയാണ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനീനെയാണ് സബ്സിഡിയറി എന്ന് പറയുന്നത്. ഇൻ സബ്സിഡിയറി കമ്പനി ദ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ എന്താണ്, സബ്സിഡിയറി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷൻസും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, ഹോൾഡിംഗ് കമ്പനിയാണ്. കാരണം 50% കൂടുതൽ ഷെയർസ് അവർക്കുണ്ട്. അപ്പോൾ അവർ തന്നെയായിരിക്കും മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക അല്ലേ. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആര് വേണം ആര് വേണ്ട എന്നൊക്കെ ഉള്ളത്. അപ്പോൾ XY ലിമിറ്റഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ളത് ആരായിരിക്കും തീരുമാനിക്കുക, AB ലിമിറ്റഡ് ആണ് തീരുമാനിക്കുക. അതിനുള്ള അധികാരം ആർക്കുണ്ട്, ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ട്. കൺട്രോൾ ഓവർ എ കമ്പനി ക്യാൻ ബി എക്സസൈസ്ഡ് ത്രൂ എ സബ്സിഡിയറി കമ്പനി. എന്താണ്, സബ്സിഡിയറി കമ്പനീനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. നമ്മൾ പറയുന്നത് മോർ ദാൻ 1/2, ആ ഹാഫിൽ കൂടുതൽ, പകുതിയിൽ കൂടുതൽ ഷെയർ ആര് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിൾ എന്താണ്, 50% കൂടുതൽ ഷെയർ XY ലിമിറ്റഡിൻ്റെ 50% കൂടുതൽ ഷെയർ AB ലിമിറ്റഡിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ AB ലിമിറ്റഡ് ആയിരിക്കും ഇവിടുത്തെ ബോർഡിനെ കൺട്രോൾ ചെയ്യുന്നതും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഹോൾഡിംഗ് കമ്പനി. ഇപ്പോൾ XY ലിമിറ്റഡ് എന്താണ്, ഇവിടുത്തെ സബ്സിഡിയറി കമ്പനിയാണ്. അപ്പം ഇത്തരത്തിൽ ഗവൺമെൻറ് കമ്പനിക്ക് ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ടെങ്കിൽ, ഓക്കെ, ഗവൺമെൻറ് കമ്പനി, ഇപ്പോൾ AB ലിമിറ്റഡ് ഒരു ഗവൺമെൻറ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗവൺമെൻറ് കമ്പനിക്കാണ് XY ലിമിറ്റഡിൽ ഷെയർ കൂടുതലെന്നുണ്ടെങ്കിൽ XY ലിമിറ്റഡിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഒരു ഗവൺമെൻറ് കമ്പനി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ നമുക്ക് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനീനെ ഹോൾഡിംഗ് എന്നും കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനീനെ സബ്സിഡിയറി എന്നാണ് പറയുന്നത്. ദെൻ ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി കഴിഞ്ഞു, ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ കഴിഞ്ഞു. ദെൻ നമുക്ക് വരുന്നതാണ് ഓൺ ദ ബേസ് ഓഫ് പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ. പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ്റെ ബേസിസിൽ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇന്ത്യൻ കമ്പനീസ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, ഇന്ത്യൻ കമ്പനീസ് ഓർ ഡൊമസ്റ്റിക് കമ്പനി, ദെൻ ഫോറിൻ കമ്പനി. ഓക്കെ, രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസ് ഓഫ് പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ. പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ്റെ ബേസിസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്ന് ഇന്ത്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി, രണ്ടാമത് വരുന്നതാണ് ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനി ഓർ ഡൊമസ്റ്റിക് കമ്പനീനെ നമുക്ക് നോക്കാം. വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ.
എന്താണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം. ഹെഡ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ബിസിനസ് ആർ കണ്ടക്റ്റഡ് വിത്തിൻ ദി കൺട്രി. അപ്പോൾ എന്താണ് ഒരു കമ്പനീനെ ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താണ് അതിൻ്റെ ഹെഡ് ഓഫീസ്, ആ ഒരു കമ്പനിയുടെ ഹെഡ് ഓഫീസ് അത് ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ബിസിനസ്സും ഇന്ത്യയിൽ കണ്ടക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ ഹെഡ് ഓഫീസ് ഉള്ള ഇന്ത്യയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ ഇന്ത്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രൈവറ്റ് ഓർ പബ്ലിക്. അപ്പം ഇത്തരത്തിലുള്ള ഇന്ത്യൻ കമ്പനീസ് എന്താ, അത് പ്രൈവറ്റും ആകാം പബ്ലിക്കും ആകാം. പക്ഷേ അവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും അവരുടെ ഹെഡ് ഓഫീസും കാര്യങ്ങളും എവിടെയായിരിക്കണം, ഇന്ത്യയിൽ ആയിരിക്കണം. ആ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഇവിടെ വരുന്നത്. സോ ഇത്തരത്തിലുള്ള ഇന്ത്യൻ കമ്പനീസ് അത് പ്രൈവറ്റോ പബ്ലിക്കോ ആവാം, പക്ഷേ എന്താണ് ഇന്ത്യയിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും ഉള്ളതായിരിക്കണം. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ വി ഹാവ് ഫോറിൻ കമ്പനീസ്. എന്താണ് നമുക്ക് ഫോറിൻ കമ്പനീസ് ഉണ്ട്. സെക്ഷൻ 2 സബ്സെഷൻ 42 ഫോറിൻ കമ്പനീസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആസ് പെർ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെഷൻ 42 ഫോറിൻ കമ്പനീസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഹാവ് എ പ്ലേസ് ഓഫ് ബിസിനസ് വിത്തിൻ ഇന്ത്യ ത്രൂ ഏജൻറ്റ്സ് ഫിസിക്കലി ഓർ ഇലക്ട്രോണിക് മോഡ്. അപ്പോൾ എന്താണ് ഫോറിൻ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട്, പക്ഷേ ദേ ആർ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എന്താണ് ഇന്ത്യക്ക് പുറത്തെടുക്കുകയും എന്നാൽ ഇന്ത്യയിൽ ത്രൂ ഏജൻസോ ത്രൂ ഇലക്ട്രോണിക് മോഡ്സോ ബിസിനസ്സോ ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ആമസോൺ എന്താണ്, അതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അവരുടെ ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ എന്താണ് അമേരിക്കയിലാണ്. പക്ഷേ ത്രൂ ഏജൻസ് അല്ലെങ്കിൽ എന്താ ത്രൂ ഔട്ട്ലെറ്റ്സ് അവർക്ക് എന്തുണ്ട്, ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. മിക്ക ബ്രാൻഡ്സും അല്ലേ, ഇപ്പം നമുക്ക് നമ്മുടെ ഫോണിലോ എല്ലാ ബ്രാൻഡ്സും സാംസങ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ഇതെല്ലാം എന്താണ് ഫോറിൻ കമ്പനീസ് ആണ്. അവരുടെ ഹെഡ് ഓഫീസും അവരുടെ മെയിൻ ബ്രാഞ്ചും മെയിൻ ഓപ്പറേഷനും മറ്റൊരു രാജ്യത്താണ്, പക്ഷേ ദേ ഹാവ് ബിസിനസ് ഇൻ ഇന്ത്യ. എന്താണ് ഏജൻസ് വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ ഇലക്ട്രോണിക് മോഡൊക്കെ ആയിട്ട് അവർക്ക് ബിസിനസ് എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആമസോൺ എന്നൊരു എക്സാമ്പിളാണ്. അതേസമയം ഫ്ലിപ്കാർട്ട് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, കാരണം അത് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഹെഡ് ഓഫീസുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോറിൻ കമ്പനിയും ഇന്ത്യൻ കമ്പനിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യൻ കമ്പനി ആണെങ്കിലോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിൽ ഹെഡ് ഓഫീസ് ഉള്ള ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന കമ്പനീസ് ആയിരിക്കും. ഓക്കെ, രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് സച്ച് കമ്പനീസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ഫോറിൻ കൺട്രി. ഫോറിൻ കമ്പനീസിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഫോറിൻ കൺട്രീസിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സെക്ഷൻ 2 സബ്സെഷൻ 42 ഫോറിൻ കമ്പനീസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ലാസ്റ്റ് കാറ്റഗറി ഓഫ് കൈൻഡ്സ് ഓഫ് കമ്പനിയാണ് അതർ കമ്പനീസ്. ഓക്കെ, അതർ കമ്പനീസ് അതിൽ നമുക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ് അസോസിയേഷൻ ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർ ചാരിറ്റബിൾ കമ്പനീസ്. നമ്മൾ നേരത്തെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കമ്പനീസ് എന്താണ് ആർട്സ്, സ്പോർട്സ്, സയൻസ് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് കമ്പനിയാണ് ഈ ഒരു അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ചാരിറ്റബിൾ കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സെക്ഷൻ 8 പ്രൊവൈഡ്സ് ദാറ്റ്. ഓക്കെ, ഇപ്പോൾ സെക്ഷൻ 8 ഈ ഒരു നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കമ്പനീസിനെ കുറിച്ച് പറയുന്നത്. ഇത്തരത്തിലുള്ള കമ്പനീസാണ് യൂഷ്വലി അവരുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള അസോസിയേഷൻ ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ കമ്പനീസാണ് അവരുടെ ലൈബിലിറ്റി എന്താക്കുന്നത്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 8 ഈ ഒരു എന്താ പറയുക, സെക്ഷൻ 8 കമ്പനീസ് ആക്ട് സെക്ഷൻ 8 ഈ ഒരു നോൺ പ്രോഫിറ്റ് കമ്പനീസിനെ കുറിച്ച് പറയുന്നത്. അസോസിയേഷൻ വിച്ച് ആർ നോട്ട് കൊമേഴ്ഷ്യൽ നേച്ചർ. എന്താണ്, ഒരു കൊമേഴ്ഷ്യൽ നേച്ചറോട് കൂടിയിട്ടുള്ള അസോസിയേഷൻ ആയിരിക്കില്ല, നോൺ ട്രേഡിംഗ് ആയിരിക്കും ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് ഓഫ് അസോസിയേഷൻ മസ്റ്റ് ബി ദ പ്രൊമോഷൻ ഓഫ് ചാരിറ്റി, സയൻസ്, കൊമേഴ്സ്, സ്പോർട്സ്, ആർട്സ്, റിലീജിയൻ, കൾച്ചർ ഓർ സം അതർ സോഷ്യൽ യൂസ്ഫുൾ ആക്ടിവിറ്റി. എന്താണ്, ഇവർക്ക് പ്രോഫിറ്റ് അല്ല, ഇവർക്ക് ട്രേഡിംഗ്
ട്രേഡിംഗ് അല്ല, ഒരു സാധനം വാങ്ങുക വിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, പ്രൊമോഷനാണ്. സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക, ആർട്സിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങളാണ്. നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ആയിട്ടുള്ള കമ്പനീസ് ആണ് വരുന്നത്. മസ്റ്റ് യൂട്ടിലൈസ് ഇറ്റ്സ് ഇൻകം ഓർ പ്രോഫിറ്റ് ഇഫ് എനി ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റ് ആസ് സ്റ്റേറ്റഡ് എബോവ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനീസിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ അവരുടെ മെമ്പർഷിപ്പ് ഫീസ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടൊക്കെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യണം, അവരുടെ ആ ഒരു പർപ്പസിന്, ഇപ്പോൾ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇൻകം അവർ എന്തിനു വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യണം, ഈ ഒരു സ്പോർട്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യണം. ഇറ്റ് ഷുഡിൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ആ പ്രോഫിറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇതാണ് ഇത്തരത്തിലുള്ള കമ്പനീസിനെയാണ് നമ്മൾ അസോസിയേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സയൻസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആർട്സിനെയും കൾച്ചറിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനീസാണ്. സെക്ഷൻ 8 ഈ ഒരു കമ്പനീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനീസിലെ ലയബിലിറ്റി എന്ന് പറയുന്നത് യൂഷ്വലി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും. ഓക്കെ, അതാണ് അതർ കമ്പനീസിലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ നമുക്ക് വരുന്നതാണ് സ്മോൾ കമ്പനി. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 85. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 85 സ്മോൾ കമ്പനി. എന്താ പറയുക, സ്മോളർ എമൗണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനി എന്നുള്ള ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന കോൺസെപ്റ്റാണ്. ഇതും 2013 കമ്പനീസ് ആക്ടിന് ശേഷം വന്നിട്ടുള്ളതാണ് ഈ ഒരു സ്മോൾ കമ്പനീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി അല്ലാത്ത കൈൻഡ് ഓഫ് കമ്പനീസിനെയാണ് നമ്മൾ സ്മോൾ കമ്പനി എന്ന് പറയുന്നത്. ഹൂസ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 4 crore rupees. അമെൻമെൻറ്റിന് ശേഷമാണ് കേട്ടോ 4 crore ആയത്, അതിന് മുന്നേ 50 lakhs ആയിരുന്നു. ഓക്കെ, 4 crore rupees ഓർ ലെസ് ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്, 4 crore ആയിരിക്കും. അതേപോലെ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 40 crore rupees. ടേൺ ഓവർ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല, 40 crore rupees എക്സീഡ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനീസിനെയാണ് സ്മോൾ കമ്പനീസ് എന്ന് പറയുന്നത്. സെക്ഷൻ 2 സബ്സെഷൻ 85 സ്മോൾ കമ്പനീസ് പറയുന്നത്. അപ്പോൾ എന്താണ്, മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ 4 crore അല്ലെങ്കിൽ എന്താണ് അവരുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 4 crore ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതേപോലെ തന്നെ അവരുടെ പ്രിസീഡിങ് ഇയറിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 40 crore ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. മാക്സിമം 100 കോടിയാണ് പറയുന്നത്, പക്ഷേ അതെന്താണ്, അതൊക്കെ എക്സെപ്ഷണൽ കേസിലാണ് കേട്ടോ. ശരിക്കും എന്താണ്, 40 കോടി വരെ ടേൺ ഓവർ ഉള്ള കമ്പനീസ്, അത്തരം കമ്പനീസാണ് ഈ ഒരു സ്മോൾ കമ്പനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. സെക്ഷൻ 2 സബ്സെഷൻ 85. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഡോർമെൻറ്റ് കമ്പനി. ഡോർമെൻറ്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻആക്റ്റീവ് കമ്പനീസ് എന്നാണ് മീനിങ്. ഓക്കെ, ഇൻആക്റ്റീവ് കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഇതും എന്താണ്, കമ്പനീസ് ആക്ട് 2013 ശേഷം വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതുവരെ എന്തില്ല, ഇത്തരത്തിലുള്ള ഒരു ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. കമ്പനീസ് ആക്ട് 2013 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡോർമെൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഇൻആക്റ്റീവ് കമ്പനി. ഓക്കെ, ഇൻആക്റ്റീവ് കമ്പനി. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു കമ്പനി എന്താണ്, നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ എന്താണ്, ആ ഒരു പബ്ലിക്കിനെ അല്ലെങ്കിൽ ആ ഒരു ഓണറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡോർമെൻറ്റ് കമ്പനി. അതായത് നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണം, പക്ഷേ ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേണ്ട ഫെസിലിറ്റി ചെയ്തു കൊടുക്കുന്ന കൈൻഡ് ഓഫ് കമ്പനീസാണ് ഡോർമെൻറ്റ് കമ്പനി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേർ എ കമ്പനി ഈസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഫോർ എ ഫ്യൂച്ചർ പ്രൊജക്റ്റ് or to hold an asset of intellectual property and has no significant accounting transaction. നമുക്ക് എന്താണ്, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമായിട്ട് നമുക്കൊരു ഫ്യൂച്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടോ
അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനോ. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ, കോപ്പിറൈറ്റ് എടുക്കുക, പേറ്റൻറ്റ് എടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അത്തരത്തിലൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഡോർമെൻറ്റ് കമ്പനി. അതായത് ഈ ഒരു കമ്പനിയിൽ എന്തുണ്ടായിരിക്കില്ല, നമുക്കൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസോ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ അത് ഭാവിയിൽ നമ്മൾ ഉണ്ടാകാം, ഭാവിയിൽ നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനുള്ളൊരു രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസിനെയാണ് ഡോർമെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ചേർന്നിട്ട് ഒരു ബിസിനസ് ഐഡിയ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ മറ്റാരും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് രജിസ്റ്റർ ചെയ്തിടാം. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നില്ല. ആഫ്റ്റർ ഒരു 5 years ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ ഒരു ഡോർമെൻറ്റ്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്യും, പക്ഷേ ഇന്നാക്റ്റീവായിട്ട് നമുക്ക് തുടരുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓപ്ഷനാണ് ഡോർമെൻറ്റ് കമ്പനി. ഫ്യൂച്ചർ പ്രൊജക്റ്റിനോ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത്. സച്ച് കമ്പനി ഓർ ഇനാക്റ്റീവ് കമ്പനി മേ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഫോർ ഒബ്റ്റെയിനിങ് ദ സ്റ്റാറ്റസ് ഓഫ് ഡോർമെൻറ്റ് കമ്പനി. ഇപ്പം എന്താണ്, ഡോർമെൻറ്റ് കമ്പനി സ്റ്റാറ്റസ് കിട്ടാനായിട്ട് രജിസ്ട്രാർക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഇനി എന്തൊക്കെയാണ് ഡോർമെൻറ്റ് കമ്പനി ആവാനുള്ള ക്രൈറ്റീരിയ? നോ ബിസിനസ് ഈസ് ബീയിങ് ക്യാരിഡ് ഔട്ട്. എന്ത് ചെയ്യാൻ പാടില്ല, ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പാടില്ല. നോ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഡ്യൂറിങ് ലാസ്റ്റ് 2 years. ആ ഒരു കമ്പനിയുടെ പേരിൽ ലാസ്റ്റ് 2 years ആയിട്ട് യാതൊരു തരത്തിലുള്ള സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ടാവാനായിട്ട് പാടില്ല. നോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഡ്യൂറിങ് ദി ലാസ്റ്റ് 2 years. ലാസ്റ്റ് 2 വർഷമായിട്ട് എന്തുണ്ടാവാൻ പാടില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളോ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്തതായിട്ടോ ഉള്ള കാര്യങ്ങളും പാടില്ല. ഓക്കെ, അപ്പോൾ ബിസിനസ് ഉണ്ടാവരുത്, ബിസിനസ് ചെയ്തിട്ടുണ്ടാവരുത്, കമ്പനിയുടെ പേരിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവരുത്, അതേപോലെ തന്നെ ആനുവൽ റിട്ടേൺസോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ഫയൽ ചെയ്തിട്ടും ഉണ്ടാവാനായിട്ട് പാടില്ല. അത്തരം കമ്പനീസിനാണ് ഡോർമെൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഈ ഡോർമെൻറ്റ് സ്റ്റാറ്റസ് ഇൻഡിഫൈൻഡ് പീരീഡ് നമുക്ക് കിട്ടുമോ? ഒരിക്കലും ഇല്ല. മാക്സിമം നമുക്ക് 5 വർഷം വരെയാണ് ഈ ഒരു ഡോർമെൻറ്റ് സ്റ്റാറ്റസ് കിട്ടുള്ളൂ. എന്താണ്, ഇൻഡിഫൈനറ്റ് ആയിട്ട് ആ ഒരു പീരീഡ് നമുക്ക് ഫുള്ള് കിട്ടില്ല. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇത് ക്യാൻസൽ ആവും, അതല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഡോർമെൻറ്റ് കമ്പനി സ്റ്റാറ്റസ് മാക്സിമം 5 വർഷം വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ 5 വർഷം കഴിഞ്ഞിട്ട് ആവശ്യമില്ലെങ്കിൽ ക്യാൻസലായി പോവും, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ആക്റ്റീവ് കമ്പനി ആക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡോർമെൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഇൻആക്റ്റീവ് കമ്പനി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന, ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന പെർട്ടിക്കുലർലി ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് 2 years ആയിട്ട് ബിസിനസ്സോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസോ ഒന്നും തന്നെ രേഖപ്പെടുത്താത്ത കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ് ഡോർമെൻറ്റ് കമ്പനി. ഓക്കെ, ദെൻ നമുക്ക് വരുന്ന ലാസ്റ്റ് കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് അസോസിയേറ്റ് കമ്പനി. അസോസിയേഷൻ ആയിട്ട് തെറ്റിപ്പോകരുത്, ഇത് അസോസിയേറ്റ്, മറ്റേത് അസോസിയേഷൻ ഓർ നോൺ പ്രോഫിറ്റ് കമ്പനീസ്. ഇത് അസോസിയേറ്റ് കമ്പനി. സെക്ഷൻ 2 സബ്സെഷൻ 6. ഓക്കെ, സെക്ഷൻ 2 സബ്സെഷൻ 6. Associate company in relation to another company means a company in which other company has a significant influence. Okay, മറ്റൊരു കമ്പനിക്ക് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ള കമ്പനീനെയാണ് നമ്മൾ അസോസിയേറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XYZ ലിമിറ്റഡ്. ഓക്കെ, XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ AB ലിമിറ്റഡിന് 25% ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ AB ലിമിറ്റഡിന് 25% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ XYZ ലിമിറ്റഡ് ഈസ് ദി അസോസിയേറ്റ് ഓഫ് AB ലിമിറ്റഡ്. ഓക്കെ, അപ്പം എന്താണ്, XYZ ലിമിറ്റഡിൻ്റെ 25% ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? AB ലിമിറ്റഡ് ആണ്. അപ്പോൾ AB ലിമിറ്റഡിൻ്റെ അസോസിയേറ്റ് ആയിട്ടാണ് XYZനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഏത് കമ്പനിയിലാണോ മറ്റൊരു കമ്പനിക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ളത്, ഓക്കെ, ഏതൊരു കമ്പനിയിലാണോ മറ്റൊരു കമ്പനിക്ക് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ളത്
ആ ഒരു കമ്പനീനെയാണ് നമ്മൾ നേരത്തെ സബ്സിഡിയറി എന്ന് പറഞ്ഞ പോലെ വരുന്നതാണ്. ഇവിടെ എന്താണ് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന കമ്പനീനെയാണ് നമ്മൾ അസോസിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ AB ലിമിറ്റഡിനാണ് XYയിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ളത്. അതുകൊണ്ട് XY ലിമിറ്റഡ് എന്താണ് അസോസിയേറ്റ് കമ്പനി ആണ്. ബട്ട് വിച്ച് ഈസ് നോട്ട് എ സബ്സിഡിയറി കമ്പനി. പക്ഷെ അതെന്തല്ല സബ്സിഡിയറി കമ്പനി അല്ല. കാരണം സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് മീൻസ് കൺട്രോൾ ഓഫ് അറ്റ്ലീസ്റ്റ് 20% ഓഫ് ഷെയർ ക്യാപിറ്റൽ. സബ്സിഡിയറി കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ എന്താ 50% കൂടുതൽ കൺട്രോൾ ഉണ്ടാവണം. പക്ഷേ ഇവിടെ എന്താണ് സബ്സിഡിയറി കമ്പനി അല്ല. കാരണം 20% കൂടുതലേ ഉള്ളൂ. 50% കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അസോസിയേറ്റ് കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റൊരു ഹോൾഡിംഗ് കമ്പനി തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് AB ലിമിറ്റഡ് 25% ഷെയർ ആണ് XY ലിമിറ്റഡിൽ ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ XYZ ലിമിറ്റഡ് എന്താണ് ഇവിടെ അസോസിയേറ്റ് കമ്പനി ഓഫ് AB ലിമിറ്റഡ് ആണ്. ദേ ആർ നോട്ട് സബ്സിഡിയറി ബിക്കോസ് the share holding is only up to 25%. 50% എബവ് വരികയാണെങ്കിൽ മാത്രമേ സബ്സിഡിയറി ആയിട്ട് XYZ ലിമിറ്റഡിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ എന്താണ് 20% എബവ് ആണ്, പക്ഷേ 50% ബിലോ ആയതുകൊണ്ട് ഇറ്റ്സ് ആൻ അസോസിയേറ്റ്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം 20% കൂടുതലായിരിക്കണം. ഞാൻ 25 എന്നൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 20% കൂടുതലാണ്, പക്ഷേ 50% കുറവാണെങ്കിൽ ദാറ്റ് കമ്പനി ഈസ് കോൾഡ് ടു ബി അസോസിയേറ്റ് കമ്പനി. ഓക്കെ, അപ്പോൾ മറ്റൊരു കമ്പനിക്ക് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ള കമ്പനീനെയാണ് നമ്മൾ അസോസിയേറ്റ് എന്ന് പറയുക. ഈ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് 20% കൂടുതൽ ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൈൻഡ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ. നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് നോക്കിയില്ലേ. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി, ഓൺ ദ ബേസ് ഓഫ് കൺട്രോള്, then on the basis of liability, then on the basis of place of registration, other companies. ഇത്രയാണ് കാറ്റഗറി ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പബ്ലിക് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി തന്നെ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷനിൽ ഇന്ത്യൻ കമ്പനിയിലും വരാം. ഓക്കെ, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പോകുന്നത് എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സെക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, a company which is formed for the promotion of commerce, arts, science, research and any other such object. കേരള PSCയുടെ കാറ്റഗറി നമ്പർ 93/2022 നടന്നിട്ടുള്ള ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 93/2022 എന്ന് പറയുന്ന കാറ്റഗറി എക്സാമിലായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ കമ്പനി വിച്ച് ഈസ് ഫോംഡ് for the promotion of commerce, arts, science and research. പ്രൊമോഷൻ ഓഫ് ആർട്സ്, സയൻസ്, റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന കമ്പനിയുടെ സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് സെക്ഷൻ 5 ആണോ, 7 ആണോ, 8 ആണോ, 10 ആണോ? ഏതാണ് നോൺ ചാരിറ്റബിൾ, നോൺ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷൻ ഓഫ് ആർട്സ് ആൻഡ് സയൻസ്? സെക്ഷൻ 8 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ്. ഓക്കെ, സെക്ഷൻ 8 ആണ്. ഓക്കെ, നമ്മൾ അസോസിയേറ്റ് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോറി, അസോസിയേറ്റ് അല്ല, അസോസിയേഷൻ കമ്പനീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 8 ആണ് കേട്ടോ. ആർട്സ്, സയൻസ് അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനീസ് സെക്ഷൻ 8 വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി ഈസ് ഫോംഡ് അണ്ടർ എ ചാർട്ടർ ആൻഡ് ഈസ് റെഗുലേറ്റഡ് ബൈ മൊണാർക്ക്? ചാർട്ടറിൻ്റെ അണ്ടറിൽ ഫോം ചെയ്യുന്ന കമ്പനി ഏതാണ്? ചാർട്ടറിൻ്റെ അണ്ടറിൽ ഫോം ചെയ്യുന്നത് റോയൽ കമ്പനി അല്ലേ, റോയൽ അല്ലെങ്കിൽ ചാർട്ടേഡ് കമ്പനീസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, റോയൽ കമ്പനീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്പനീസ് ആർ ക്രിയേറ്റഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട്സ് ഓഫ് പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ പാർലമെൻറ്റിൻ്റെയോ സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനി ഏതാണ്? സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് നമ്മൾ ഫോം ചെയ്യുന്ന കമ്പനി ഏതാണ്? 1 പേഴ്സൺ ആണോ, പ്രൈവറ്റ് ആണോ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, പബ്ലിക് ആണോ? സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് അല്ലേ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
Next question, which section of the Companies Act 2013 defines one-person company? One-person company define ചെയ്യുന്ന section ഏതാണ്? Section 2 subsection 68, section 2 subsection 21, section 2 subsection 62. ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. one-person company ഏത് സെക്ഷനിലാണ് വരുന്നത്? section 2 subsection 62. Okay. Next question, how many directors are required for a private company as per the Companies Act? Companies Act പ്രകാരം എത്ര minimum number of directors വേണം for a private company? Okay, private ആണെന്നുള്ളത് മറക്കരുത് കേട്ടോ. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ആണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി റിക്വയേഴ്സ് എ മിനിമം ഓഫ് 7 members ആൻഡ് നോ മാക്സിമം ലിമിറ്റ്? മിനിമം 7 പേരും മാക്സിമം ലിമിറ്റും ഇല്ലാത്ത കമ്പനി ഏതാണ്? പബ്ലിക് കമ്പനി അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പബ്ലിക് കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പർ ഈസ് ലിമിറ്റഡ് ടു വാട്ട്? ലിമിറ്റഡ് ബൈ ഷെയർസിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എത്രയാണ്? ദ കമ്പനീസ് ഡെപ്റ്റ്, എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർ, ഗ്യാരണ്ടി ഗിവൺ, പേഴ്സണൽ അസറ്റ്സ്. ഏതാണ്? എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഷെയർസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി ഈസ് യൂഷ്വലി ഫോംഡ് ഫോർ ദ പ്രൊമോട്ടിംഗ് ആർട്സ്, സയൻസ് ആൻഡ് സ്പോർട്സ്? ആർട്സ്, സയൻസ്, സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാനുള്ള കമ്പനി ഏതാ? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഡോർമെന്റ് കമ്പനി? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അല്ലേ? അത്തരത്തിലുള്ള കമ്പനീസിൻ്റെ ലൈബിലിറ്റി ആണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആക്കുന്നത്. വാട്ട് ഈസ് ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പർ ഇൻ എൻ അൺലിമിറ്റഡ് കമ്പനി? അൺലിമിറ്റഡ് കമ്പനിയിലെ മെമ്പറിൻ്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ടു ഷെയർസ്, ലിമിറ്റഡ് ടു ഗ്യാരണ്ടി, അൺലിമിറ്റഡ്, ലിമിറ്റഡ് ടു പ്രോഫിറ്റ്. അൺലിമിറ്റഡ് ആണ്, സോ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ മസ്റ്റ് ബി ഹെൽഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ എ കമ്പനി ടു ക്വാളിഫൈ ആസ് എ ഗവൺമെൻറ് കമ്പനി? ഗവൺമെൻറ് കമ്പനി ആകാൻ എത്ര ഷെയർ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യണം? എത്ര ഷെയർ ആണ്? 51% അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കമ്പനി കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി കോൾഡ്? ഹോൾഡിംഗ് കമ്പനിയാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനി ഏതാണ്? അസോസിയേറ്റ്, സബ്സിഡിയറി, ഗവൺമെൻറ്, ഡോർമെൻറ്റ്? ഏതാണ് ആൻസർ വരിക? സബ്സിഡിയറി കമ്പനി അല്ലേ? ഓപ്ഷൻ ബി ആണ് സബ്സിഡിയറി കമ്പനിയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ നീഡഡ് ഫോർ എ കമ്പനി ടു ബി ക്ലാസിഫൈഡ് ആസ് അസോസിയേറ്റ് കമ്പനി? അസോസിയേറ്റ് കമ്പനി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള മിനിമം പെർസെൻറ്റേജ് ഓഫ് കൺട്രോൾ എത്രയാണ്? 20%, 30%, 50%, മോർ ദാൻ 50%? എത്രയാണ്? 20% കൺട്രോളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അസോസിയേറ്റ് ആവില്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് ഡിഫൈൻസ് എ സ്മോൾ കമ്പനി? സ്മോൾ കമ്പനീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൻ സെക്ഷൻ 2 സബ്സെഷൻ 85. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. What is the primary objective of companies formed under the section 8 of the Companies Act? Section 8 ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് ചാരിറ്റി, ഹോൾഡിംഗ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. എന്താണ്? പ്രൊമോഷൻ ഓഫ് ചാരിറ്റി ഓർ സോഷ്യലി ബെനഫിഷ്യൽ ആക്ടിവിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആർ ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. കറക്റ്റ് ആണല്ലേ? സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഒരു സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് പ്രകാരം ഫോം ചെയ്തിട്ടുള്ളതാണ്. OPC requires compulsory meetings of shareholders annually. തെറ്റാണല്ലേ? OPCക്ക് 1% കമ്പനിക്ക് കമ്പൽസറി മീറ്റിംഗ്സിൻ്റെ ആവശ്യമില്ല. പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം ഓഫ് 3 directors. പ്രൈവറ്റ് കമ്പനീസിൻ്റെ മിനിമം ഡയറക്ടേഴ്സ് എത്രയാണ്? 3. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫോറിൻ കമ്പനീസ് ആർ ദോസ് കമ്പനീസ് ഹൂ ഹാസ് ദെയർ രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ ഇന്ത്യ ആൻഡ് ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണ്? 2 ആണ് കേട്ടോ. പബ്ലിക് കമ്പനി ആകുമ്പോഴാണ് 3 ആകുന്നത്. ഫോറിൻ കമ്പനീസ് ആർ ദോസ് കമ്പനീസ് ഹൂസ്
who has their registered office in India and carry out its business outside India. ആണോ? ഫോറിൻ കമ്പനീസ് ഔട്ട്സൈഡ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉള്ളതും ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നതുമായിട്ടുള്ള കമ്പനീസ് ആണ്. അപ്പോൾ ഇതും റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ്, നമ്മളോട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2, 3 and 4. Choose the correct statement from the following. Bank of England and East India companies are statutory company. ആണോ? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സ്റ്റാറ്റ്യൂട്ടറി ആണോ? അല്ല. അതേതാണ്? അത് റോയൽ കമ്പനീസ് അല്ലെങ്കിൽ ചാർട്ടർ കമ്പനിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ എക്സാമ്പിൾസ് ഓഫ് ചാർട്ടേഡ് കമ്പനി. അതും റോങ് ആണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ആണ്. അങ്ങോട്ട് ഊണും തിരിച്ചാണ് അല്ലേ. ദർ ഇസ് എ ലിമിറ്റ് ഓഫ് മാക്സിമം 200 മെമ്പേഴ്സ് ഇൻ പബ്ലിക് കമ്പനി. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രൈവറ്റ് കമ്പനിയിലാണ് ലിമിറ്റ് ഓഫ് 200. ദെൻ പ്രൈവറ്റ് കമ്പനി നീഡ് നോട്ട് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ് ഓർ ഫയൽ വിത്ത് ROC. പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓൺലി 4 അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Next question, choose the correct statement from the following. The first one, in associate company, holding company determines the composition of board of directors. Correct ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. അസോസിയേറ്റ് കമ്പനിയിലെ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹോൾഡിംഗ് കമ്പനി അല്ല, സബ്സിഡിയറി കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷനാണ് ആര് തീരുമാനിക്കുന്നത്? ഹോൾഡിംഗ് കമ്പനി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 40 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത് ഫോറിൻ കമ്പനി. അതും എന്താണ്? റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 40 അല്ല ഫോറിൻ കമ്പനീസ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ. ദെൻ ദ തേർഡ് വൺ, കമ്പനി എ ഈസ് ദി സബ്സിഡിയറി ഓഫ് കമ്പനി ബി. ശ്രദ്ധിക്കുക. അപ്പം എന്താണ്? കമ്പനി ബി ആണ് ആര്? ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, കമ്പനി ബി ആരാണ്? ഹോൾഡിംഗ് കമ്പനി. കമ്പനി എ ആരാണ്? സബ്സിഡിയറി കമ്പനി. ഫസ്റ്റത്തെ സെൻറ്റൻസിൽ പറയുന്നതാണ് കമ്പനി ബി ഈസ് ദ ഹോൾഡിംഗ് കമ്പനി ആൻഡ് കമ്പനി എ ഈസ് ദി സബ്സിഡിയറി കമ്പനി. കമ്പനി എ സബ്സിഡിയറിയും കമ്പനി ബി ഹോൾഡിങ്ങും. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, കമ്പനി എക്സ് ഈസ് ദ സബ്സിഡിയറി ഓഫ് കമ്പനി എ. ഇനി കമ്പനി എക്ക് എന്തുണ്ട്? ഒരു ഫർദർ സബ്സിഡിയറി കമ്പനി ഉണ്ട്, കമ്പനി എക്സ്. ഓക്കെ, കമ്പനി എക്സ് ആരുടെ സബ്സിഡിയറി ആണ്? കമ്പനി എയുടെ. Hence, it creates a holding subsidiary relationship between B and X എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കമ്പനി ബി ഹോൾഡിംഗ് ആണ്, അതിൻ്റെ സബ്സിഡിയറി കമ്പനി എ. കമ്പനി എ എക്സ് റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ കമ്പനി എ ഹോൾഡിങ്ങും കമ്പനി എക്സ് എന്താണ്? സബ്സിഡിയറിയുമാണ്. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി ബിറ്റ്വീൻ ബി ആൻഡ് എക്സ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബിയും എക്സും തമ്മിൽ സെയിം ഒരു ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പാണ് ഉണ്ടാക്കുന്നത്. കാരണം എക്സിൻ്റെ ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള എ ബിയുടെ സബ്സിഡിയറിയാണ്. അതുകൊണ്ട് തന്നെ ബിയും എക്സും തമ്മിലും ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പാണ്. ഓക്കെ, അപ്പം ഇതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിയും എക്സും എന്താണ്? ബി ഹോൾഡിങ്ങും എക്സ് സബ്സിഡിയറിയും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓൺലി 3 ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ്. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ കമ്പനി ഓൺ അസോസിയേറ്റ് കമ്പനി വിൽ ബി ദ റിസൾട്ട് ഓഫ് മോർ ദാൻ 25%. റോങ് ആണല്ലേ. 20% എബവ് ഉണ്ടായാൽ മതി. പബ്ലിക് കമ്പനി ഹാവ് ലിമിറ്റ് ഓഫ് 15 ഡയറക്ടേഴ്സ്. ശരിയാണ്. ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി വി ഹാവ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇവിടെ ബൈ ഷെയർസ് ഉണ്ട് കേട്ടോ. ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് അൺലിമിറ്റഡ് കമ്പനി ആണോ? അല്ല, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കൂടിയുണ്ട്. അപ്പം അതും തെറ്റാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 86 ഡീൽസ് വിത്ത് സ്മോൾ കമ്പനി. ശരിയാണോ? അല്ല, സെക്ഷൻ 2 സബ്സെക്ഷൻ 85 ആണ് സ്മോൾ കമ്പനി ഡീൽ ചെയ്യുന്നത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 1, 3 and 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക.
an individual can become nominee in more than one OPC. ശരിയാണോ? തെറ്റാണ് അല്ലേ? ഒരു ഇൻഡിവിജ്വലിന് ഒരു OPCയിൽ മാത്രമേ നോമിനി ആവാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഇൻഡിവിജ്വൽ കനോട്ട് ഇൻകോർപ്പറേറ്റ് മോർ ദാൻ വൺ OPC. അത് കറക്റ്റ് ആണല്ലേ? ഒന്നിൽ കൂടുതൽ OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഓൺലി 2, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. On the basis of control, companies are classified into statutory and chartered. ആണോ? അല്ല. On the basis of incorporation ആണ് statutory and chartered വരുന്നത്. അപ്പോൾ തെറ്റാണ്. On the basis of liability, companies are classified into private and public. അതും തെറ്റാണ്. On the basis of liability, we have limited by shares, limited by guarantee and unlimited. അപ്പോൾ neither 1 nor 2. Next question, choose the correct statement from the following. Dormant company status are for indefined time period. ആണോ? അല്ല. 5 years മാത്രമേ നമുക്ക് ഡോർമെന്റ് കമ്പനി സ്റ്റാറ്റസ് കിട്ടുള്ളൂ. അതെന്താണ്? ഇൻഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് അല്ല. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 ഓഫ് ദ കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് പബ്ലിക് കമ്പനി. അതും തെറ്റാണ്. പബ്ലിക് കമ്പനി ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ആണ്. ഇത് പ്രൈവറ്റ് കമ്പനിയുടെയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ആണ് പബ്ലിക് കമ്പനി. അപ്പം നെയ്തർ 1 nor 2, രണ്ടും എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പബ്ലിക് കമ്പനി നീഡ് നോട്ട് ടു യൂസ് ദ വേർഡ് ലിമിറ്റഡ് വിത്ത് ദെയർ നെയിം. തെറ്റാണ് അല്ലേ? ദേ ഹാവ് ടു യൂസ് ദ വേർഡ് ലിമിറ്റഡ്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി comes under section 2 subsection 22. Then in public companies, audit is done by the Controller and Auditor General of India. തെറ്റാണല്ലേ? പബ്ലിക് കമ്പനിയിൽ എന്താണ് ഓഡിറ്റ് ചെയ്യുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ആവണമെന്നില്ല. ഗവൺമെന്റ് കമ്പനീസിലാണ് ആര് ചെയ്യുന്നത്? ഗവൺമെന്റ് കമ്പനീസിലല്ല, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിലാണ് ആര് ഓഡിറ്റ് ചെയ്യുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് ചെയ്യുന്നത്? സ്റ്റാറ്റ്യൂട്ടറിയിൽ. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറിയിലാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓഡിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി സെക്ഷൻ 2 സബ്സെക്ഷൻ 22 എന്ന് പറയുന്നതും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സബ്സെക്ഷൻ 21 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഓഫ് ദി എബവ് ആർ ഇൻകറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. XYZ Limited is having 15% share capital held by X Limited and 50% shares held by central government and 10% held by state government and 25% by other people. Okay, അപ്പോൾ XYZ Limited എന്ന് പറയുന്ന കമ്പനിയിലെ 15% എക്സും 50% സെൻട്രൽ ഗവൺമെൻറ്റും 10% സ്റ്റേറ്റ് ഗവൺമെൻറ്റും. ഓക്കെ, എന്താണ്? 15% എക്സ്, 50% സെൻട്രൽ ഗവൺമെൻറ്, എത്രയാണ്? 10% സ്റ്റേറ്റ് ഗവൺമെൻറ്, ബാക്കി വേറെ 25% പബ്ലിക് കോമൺ പീപ്പിളുമാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനീനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ? ഗവൺമെൻറ് ഹോൾഡിങ്സ് 51% അബോവ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 50 ഉള്ളൂ, 51% അബോവ് ഇല്ല, സ്റ്റേറ്റും 10 ഉള്ളൂ. പക്ഷേ ഇത് കമ്പൈൻ ചെയ്തിട്ട് 60% ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? മോർ ദാൻ 51%. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഗവൺമെൻറ് കമ്പനി അല്ലേ? കമ്പൈൻ ചെയ്തിട്ടാണെങ്കിലും 51% എബോവ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ കമ്പനീസ് ആക്ട് 2013 സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഹൗ മച്ച് പെർസെൻറ്റേജ്? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 20%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൈൻഡ്സ് ഓർ ടൈപ്സ് ഓഫ് കമ്പനീസിൽ വരുന്നത്. താങ്ക് യു.